നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പിതാവിനും പുത്രനും റൂഹാദ് കുരിശായിരിക്കും സ്തുതി. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട അലക്സ് കൊല്ലങ്കളാച്ചനാണ്. അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ്. അച്ഛൻ റോമിലെ അഗസ്തീനിയത്തിലെ പട്രോളജി വിഭാഗത്തിലെ ഡോക്ടറേറ്റ് എടുത്ത് ഇപ്പോൾ വടവാതൂരും അതുപോലെ തന്നെ ഉജ്ജയിൻ സെമിനാരിയിലും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് വടവതൂർ സെമിനാരിയുടെ അടുത്തുള്ള MOC-യിൽ അച്ഛനിപ്പോൾ അവിടുത്തെ ഡയറക്ടറായിട്ട് കൂടി സേവനം ചെയ്യുകയാണ്. വളരെ നന്നായിട്ട് സഭാപിതാക്കന്മാരെ പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛനാണ് അലക്സ് അച്ഛൻ. അച്ഛനോട് നമുക്ക് ഈ സമയത്ത് ഈ ഒരു 2 മണിക്കൂർ നേരത്ത് അച്ഛൻ്റെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള അച്ഛൻ്റെ അറിവിനെ കുറിച്ചും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. പ്രത്യേകമായിട്ട് അച്ഛനെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അച്ഛനെ ശ്രമിക്കാം. നിങ്ങൾക്ക് കേൾക്കാന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഈ ഒരു സമയം ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും മാറ്റിവെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു സഭാപിതാവാണ്, ജോൺ ഓഫ് അപ്പമയ. അപ്പമയയിലെ വിശുദ്ധ ജോൺ എന്ന് പറയുന്നത് ഒരു സഭാപിതാവാണ്. ആ ഒരു പേര് ഒരുപക്ഷെ നമുക്ക് അധികം പരിചയം ഉണ്ടായി എന്ന് വരികയില്ല. കാരണം നമ്മളിപ്പോ സുറിയാനി സഭാപിതാക്കന്മാരെ കുറിച്ച് സംസാരിക്കുമ്പം കൂടുതൽ സംസാരിക്കപ്പെടുകയും അല്ലെങ്കിൽ ചിന്തിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പേരുകൾ എന്ന് പറയുന്നത് വിശുദ്ധ അഫ്രൈം, വിശുദ്ധ അഫ്രഹാത്ത് ഒക്കെയാണ്. അതുപോലെ നമ്മൾ നർസായിയെ കുറിച്ച് കേൾക്കാറുണ്ട്, സാറൂഖിലെ വിശുദ്ധ യാക്കോബിനെ കുറിച്ച് കേൾക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത പേരുകൾ കേൾക്കുമ്പോഴും അധികം കേട്ടിട്ടില്ലാത്ത ഒരു പേര്, ഒരു പക്ഷേ മറ്റുള്ളവരെ പോലെ കേട്ടിട്ടില്ലാത്ത ഒരു പേരായിരിക്കാം അപ്പമയയിലെ വിശുദ്ധ ജോൺ. അപ്പമയയിലെ വിശുദ്ധ യോഹന്നാന്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ആത്മീയ ജീവിതത്തെ കാണുന്നത്? നമ്മളുടെ എല്ലാം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജീവിച്ച് നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൽ എത്തിച്ചേരുന്നത്, അതിനുള്ള വഴിയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെർഫെക്ഷൻ, പൂർണ്ണതയിൽ എത്തിച്ചേരാനുള്ള ഒരു വഴി. ഇപ്പൊ ഈ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് നമുക്കറിയാലോ, ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു, അങ്ങിൽ എത്തിച്ചേരുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അസ്വസ്ഥത നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ അസ്വസ്ഥത നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, എന്തൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ എന്തോ ഒരു അസ്വസ്ഥത നമ്മളെ അലട്ടുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ആളുകളെയൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അലട്ടുന്നു. അതിന് കാരണം വിശുദ്ധ അഗസ്തീനോസ്, അദ്ദേഹം 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ലത്തീൻ സഭാപിതാവാണ്. അദ്ദേഹം പറഞ്ഞത്, ദൈവം മനുഷ്യനെ ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിൽ എത്തിച്ചേരുന്നവരെ ഈ അസ്വസ്ഥതയുണ്ട്. അപ്പൊ ഈ ദൈവത്തിൽ എത്തിച്ചേരുക എന്നതാണല്ലോ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ ഈ അസ്വസ്ഥത ഇല്ലാതാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്, ദൈവത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. അപ്പൊ അതെങ്ങനെയാണ് എന്നാണ് അപ്പമയയിലെ വിശുദ്ധ ജോൺ പഠിപ്പിക്കുന്നത്. അദ്ദേഹം അത് ഗ്രേഡ്സ് ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അതായത് പടികൾ, 1-ാം പടി, 2-ാം പടി, 3-ാം പടി, അങ്ങനെ പടികൾ ചവിട്ടി ആത്മീയ ജീവിതത്തിലേക്ക് വളർച്ച നേടുക എന്ന ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യയെ കുറിച്ചൊക്കെ പറയുമ്പം അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര ഹർമ്മ്യത്തെ കുറിച്ച് പഠിപ്പിക്കും. വ്യത്യസ്ത ഹർമ്മ്യങ്ങളിലൂടെ പ്രവേശിച്ച് ആത്മീയ ജീവിതത്തിൽ വളർച്ച നേടുന്നതിനെ കുറിച്ചൊക്കെ പറയും. എന്ന് പറയുന്നത് പോലെ അപ്പമയയിലെ വിശുദ്ധ ജോണും പറയുന്നത് വ്യത്യസ്ത പടികളിലൂടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച നേടുക എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ പടികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പും പല ക്ലാസ്സുകളും കൂടിയിട്ടുള്ള ആളുകളാണ്. അപ്പം സുറിയാനി സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ ഇങ്ങനെയുള്ള ഒരു പടികൾ, അല്ലെങ്കിൽ 1-ാം പടി, 2-ാം പടി, അല്ലെങ്കിൽ ശരീരത്തിന്റെ തലം, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അങ്ങനെ ശരീരം, ആത്മാവ് അങ്ങനെ വ്യത്യസ്തമായി ഒക്കെ അവതരിപ്പിക്കുന്ന രീതി കുറവാണ്. നമ്മൾ എഫ്രൈമിനെ കുറിച്ചും അഫ്രഹാത്തിനെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പം കുറച്ചുകൂടെ ഒരു വ്യക്തിയെ പൂർണ്ണമായി അവതരിപ്പിക്കുന്നതാണ്. അതാണ് സെമിറ്റിക് ശൈലി. സെമിറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. സെമിറ്റിക് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ശൈലിയാണ്, ഹീബ്രു ലോകത്തിന്റെ ശൈലിയാണ്, നമ്മുടെ ഏഷ്യൻ ശൈലിയാണത്. പുതിയ നിയമം കുറച്ചുകൂടി, പുതിയ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ അത് എഴുതിയ ആളുകളൊക്കെ സെമിറ്റിക് വേൾഡിൽ നിന്നാണ്, പക്ഷെ ഭാഷ സെമിറ്റിക് അല്ല, ഗ്രീക്ക് ഭാഷയാണ്. അപ്പം ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള ഗ്രേഡ്സ്, 1ാം ഗ്രേഡ് 2ാം ഗ്രേഡ് എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ ഒരു ഗ്രീക്ക് ചിന്തയുടെ സ്വാധീനമുള്ളപ്പോഴാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്വാധീനമുള്ള ഒരു സഭാപിതാക്കന്മാരിൽ ഒരാളാണ് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ. നമ്മൾ അഫ്രഹാത്തിനെ കുറിച്ച് എഫ്രൈമിനെ കുറിച്ചൊക്കെ പറയുമ്പം അവര് പൂർണ്ണമായും സുറിയാനി സഭാപിതാക്കൾ, ഇവര് സുറിയാനി സഭാപിതാവ് അല്ലെന്നല്ല, പക്ഷെ പൂർണ്ണതയിൽ മറ്റ് ഇൻഫ്ലുവൻസുകളൊന്നും ഇല്ലാതെ, ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാതെ പൂർണ്ണമായും സെമിറ്റിക് ശൈലിയിൽ എഴുതിയ ആളുകളാണ്. അപ്പൊ അവരുടെ പഠനങ്ങളൊക്കെ കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം. അതായത് വളരെ സിമ്പിളാണ്. ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വായിച്ചാൽ മനസ്സിലാകുന്ന ഇമേജറീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എഫ്രൈമും അഫ്രഹാത്തും ഒക്കെ എഴുതുന്നത്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് നമ്മൾ അപ്പമേലെ വിശുദ്ധ ജോണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ്, അദ്ദേഹം കുറച്ചുകൂടെ ഒരു, അത് അദ്ദേഹത്തിന്റെ പീരീഡ് ഒക്കെ നമ്മളിപ്പോൾ പറയും. അതുകൊണ്ടാണ് ഈ ഗ്രേഡ്സ് ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഞാൻ ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു വന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിന്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ ഈ അപ്പമേലെ വിശുദ്ധ ജോണിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അതായത് നമുക്കറിയാം, പല രചനകളും പിന്നീടാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ബൈബിളിന്റെ കുറിച്ച് പറയുമ്പം പോലും ഖുംറാൻ സ്ക്രോൾസ് ഒക്കെ പിന്നീട് കിട്ടിയ കാര്യമൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഈ ബൈബിളിന്റെയും അല്ലെങ്കിൽ മറ്റ് ഏൻഷ്യന്റ് പുസ്തകങ്ങളുടെയും ഒക്കെ കയ്യെഴുത്ത് പ്രതികൾ അവർ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ചത് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അത് മറ്റെന്തെങ്കിലുമൊക്കെ എക്സ്കവേഷൻസ് നടത്തുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പം കിട്ടുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ അപ്പമേലെ വിശുദ്ധ യോഹന്നാന്റെ കൃതികളും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കിട്ടിയത്. പക്ഷെ ഒത്തിരി നാളുകൾക്ക് ശേഷമല്ല, ഒരു 5ാം നൂറ്റാണ്ട് 6ാം നൂറ്റാണ്ടൊക്കെ കൃതികൾ കാണാൻ തുടങ്ങിയപ്പം ഇത് എഴുതിയ ആൾ ആരാണ് എന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിലുണ്ട്. അതിൽ ജോൺ ദ സോളിറ്ററി, ഏകാന്തവാസിയായ വിശുദ്ധ യോഹന്നാൻ എന്നാണ് അതിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതിയിരിക്കുന്നത്. ജോൺ ദ സോളിറ്ററി, ഏകാന്തവാസിയായ വിശുദ്ധ യോഹന്നാൻ. ഈ ഏകാന്തവാസിയായ വിശുദ്ധ യോഹന്നാൻ ആരാണ് എന്നൊരു അന്വേഷണം സ്വാഭാവികമായി ഇത് വായിക്കുന്ന ആളുകൾക്കുണ്ടാകും. അന്ന് അത് എഴുതിയ ആൾ ജീവനോടെ ഇല്ല. കാരണം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഈ കയ്യെഴുത്ത് പ്രതി കൂടുതൽ ആളുകൾ വായിക്കുകയും ഇത് ആരാണ് എന്നൊരു സംശയം ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു 7ാം നൂറ്റാണ്ടിൽ ദദീശോ ഖത്തറുകാരനായ ദാദീശോ എന്ന് പറയുന്ന ആള് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് 4ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മരിച്ച ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാനാണ് ഇതിന്റെ രചന നടത്തിയെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത അന്ന്, അതായത് 7ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ചിന്ത പിന്നീട് 21ാം നൂറ്റാണ്ട് വരെ തുടർന്നു. 21ാം നൂറ്റാണ്ടിലും ഈ ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാനാണ് ഇത് രചിച്ചത്. അദ്ദേഹം മരിച്ചത് AD 394-95 കാലഘട്ടത്തിലാണ്, അതായത് 4ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. പക്ഷെ അതുപോലെ തന്നെ ബാബായി ദ ഗ്രേറ്റ്, മഹാനായ വിശുദ്ധ ബാബായി, അദ്ദേഹവും ഇതുപോലെ തന്നെ 6ാം നൂറ്റാണ്ട് 7ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്നയാളാണ്. അദ്ദേഹം പക്ഷേ അപ്പമേലെ വിശുദ്ധ ജോൺ എന്നാണ് ഈ ജോൺ ദ സോളിറ്ററി വിളിക്കുന്നത്. ഞാൻ 2 വ്യത്യസ്ത ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഒന്ന്, ഖത്തറിലെ വിശുദ്ധ ദദീശോ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ ഈ ജോൺ ദ സോളിറ്ററി, ഏകാന്തവാസിയായ ജോൺ എന്ന ശീർഷകത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥത്തെക്കുറിച്ച് സംസാരിക്കുമ്പം അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ ഏകാന്തവാസിയായ യോഹന്നാൻ AD 394-395 കാലഘട്ടത്തിൽ മരിച്ച തേബാദിലെ അല്ലെങ്കിൽ ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാനാണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ അതേസമയം അതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മഹാനായ വിശുദ്ധ ബാബായി ഇതിനെ അപ്പമേലെ വിശുദ്ധ ജോനാണെന്ന് കരുതുന്നു. പക്ഷെ ഈ അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ ആരാണ്, അല്ലെങ്കിൽ കൃത്യമായി ഏത് വ്യക്തിയാണെന്നതിനെ പറ്റി പിന്നീടും പല കാലങ്ങളിൽ ഡിസ്കഷൻസ് നടക്കുകയാണ്, ഈ വളരെ റീസെന്റ്ലിയും അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഈ ഓതർ ആരാണ് എന്നതിനെ പറ്റി, അതായത് നമ്മൾ 2 രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു കളക്ഷൻ ഓഫ് ബുക്സ്. മനേൽ നിൻ എന്ന് പറയുന്ന ഒരു പട്രോളജിസ്റ്റ്, അദ്ദേഹം സ്ട്രോത്മാൻ എന്ന് പറയുന്ന മറ്റൊരു ദൈവശാസ്ത്രജ്ഞനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് 92 വർക്കുകളാണ്, 92 പുസ്തകങ്ങളോ അല്ലെങ്കിൽ ലെറ്ററുകളോ ഒക്കെയാണ് ഈ
ജോൺ ദ സോളിറ്ററിയുടെ പേരിൽ, ഏകാന്തവാസിയായ ജോൺ എന്ന ഒരു ഓതറിന്റെ പേരിലുള്ളത്. ഈ 92 രചനകളാണ് പ്രധാനപ്പെട്ടത്. ആ രചനകളുടെ കൂട്ടം, അത് എഴുതിയ ആൾ ആരാണ് എന്നതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് 7-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് തുടരുകയാണ്. പക്ഷെ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം മരിച്ച ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാൻ അല്ല ഇതിന്റെ രചയിതാവ് എന്ന് ഒരു കൺക്ലൂഷനിൽ ദൈവശാസ്ത്രജ്ഞന്മാരെത്തി. കാരണം അദ്ദേഹം ഒരു ഗ്രീക്ക് സഭാപിതാവ് അല്ലെങ്കിൽ ഗ്രീക്ക് രചയിതാവാണ്. പക്ഷെ ഗ്രീക്ക് ഭാഷയിലല്ല, മറിച്ച് സുറിയാനി ഭാഷയിലാണ് ഈ രചനകൾ 92 രചനകൾ എഴുതപ്പെട്ടത് എന്നൊരു കൺക്ലൂഷനിലേക്ക് പിന്നീട് ആളുകൾ എത്തി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഈ അപ്പമേയിലെ വിശുദ്ധ ജോൺ എന്ന് പറയുമ്പം നമ്മൾ എഫ്രൈമിനെ കുറിച്ചോ അഫ്രഹാത്തിനെ കുറിച്ചോ നർസായിയെ കുറിച്ചോ ഒക്കെ പറയുന്നത് പോലെ ഇന്ന വർഷം ജനിക്കുകയും ഇന്ന വർഷം മരിക്കുകയും ഇന്ന വർഷം ഇന്ന സ്ഥലത്ത് ജീവിക്കുകയും ചെയ്ത ആളാണെന്നുള്ള ഒരു കൃത്യമായ ഒരു ദൈവശാസ്ത്രപരമായിട്ടൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ ഒരു വിശദീകരണം നമുക്കൊരിക്കലും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തി എന്നതിനേക്കാൾ ആ ഒരു കളക്ഷൻ ഓഫ് വർക്ക്സ്, 92 രചനകളുടെ സമാഹാരം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഈ വ്യക്തി ആരാണ് അല്ലെങ്കിൽ ആ വ്യക്തി എവിടെ ജനിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാർ തരുന്നുണ്ട് എങ്കിലും മറ്റ് നമ്മൾ മുമ്പേ കണ്ട പ്രധാനപ്പെട്ട സുറിയാനി സഭാപിതാക്കന്മാരായ മാർ അപ്രൈമിനെയും മാർ അഫ്രഹാത്തിനെയും മാർ നസായിയെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ കൃത്യം പ്രിസൈസ് ആയിട്ട് ഇന്ന വർഷം ജനിച്ചു ഇന്ന വർഷം മരിച്ചു എന്ന് നമുക്ക് പറയാൻ ഉള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ ഇപ്പോഴും ദൈവശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഡിസ്കഷൻസ് നടക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സിറിയയിലുള്ള അപ്പമേയ എന്ന് പറയുന്ന സ്ഥലത്ത്, സിറിയ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഇപ്പോ നമ്മളെ ഈ ഇറാഖിനും ഇറാനും ഒക്കെ അടുത്തുള്ള സ്ഥലമാണല്ലോ സിറിയ. പണ്ടത്തെ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെയും പിന്നീട് കുറച്ചു കാലം പേർഷ്യൻ എംപയറിന്റെ ഒക്കെ ഭാഗമായിരുന്ന ആ ഭാഗം, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ ജനിച്ച് രചന നടത്തി. കാരണം ഈ അദ്ദേഹത്തിന്റെ വർക്കുകളിൽ നിന്നതൊക്കെ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്ന് പറയുന്നത് പോലെ സിറിയയിലെ അപ്പമേയ എന്ന സ്ഥലത്ത് ജനിച്ച് രചനകൾ നിർവഹിച്ച ഒരു വ്യക്തിയാണ് അപ്പമേയിലെ വിശുദ്ധ യോഹന്നാൻ എന്നാണ് ഇപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരുടെ കൺക്ലൂഷൻ. അല്ലാതെ ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാൻ ഗ്രീക്കുകാരനായ വ്യക്തി അല്ല. സുറിയാനി ഭാഷയുടെ കേന്ദ്രമാണ്. അപ്പം സിറിയയിലെ അപ്പമേയയിലാണ് അദ്ദേഹം ജനിക്കുകയും രചനകൾ നിർവഹിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പം അദ്ദേഹം 6-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് എഴുതിയെന്ന് ആദ്യകാലത്തൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം എന്ന് പറയുന്നവരുണ്ട്, 5-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാദം എന്ന് പറയുന്നവരുണ്ട്, 6-ാം നൂറ്റാണ്ടിന്റെ ആരംഭം എന്ന് പറയുന്നവരുണ്ട്. നൂറ്റാണ്ടിനെ കുറിച്ച് വ്യക്തതയുണ്ടല്ലോ. 5-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പം 501 മുതൽ 600 വരെയുള്ള 401 മുതൽ 500 വരെയുള്ള വർഷങ്ങളെയാണ് 5-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. 501 മുതൽ 600 വരെയുള്ള വർഷങ്ങളെയാണ് 6-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പം 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 പ്രധാനപ്പെട്ട കൗൺസിലുകൾ നടന്ന സമയമാണ്. AD 431 എഫേസൂസ് കൗൺസിലും AD 451 കാൽസിഡൺ കൗൺസിലും, 3-ാമത്തെയും 4-ാമത്തെയും സാർവത്രിക സൂനോദോസുകൾ നടന്ന സമയമാണ്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം, അതായത് ഈ മിശിഹാ ശാസ്ത്രത്തെ പറ്റി, ക്രിസ്തു ശാസ്ത്രം, ക്രിസ്റ്റോളജിയെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ. പക്ഷെ അദ്ദേഹം അതിൽ പൂർണ്ണമായി ഇൻവോൾവ് ആയില്ല. കാരണം അത് തുടങ്ങുന്ന ആ സമയത്താണ് അദ്ദേഹം രചനകൾ നടത്തിയതെന്നാണ് ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം സിറിയയിലെ അപ്പമേയ എന്ന സ്ഥലത്ത് സുറിയാനി ഭാഷയിൽ രചനകൾ നടത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം മോസ്റ്റ് പ്രോബബ്ലി, അതിനകത്ത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പോഴത്തെ ഈ അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് മോസ്റ്റ് പ്രോബബ്ലി അദ്ദേഹത്തിന്റെ രചനകൾ അദ്ദേഹം നടത്തിയത് 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാകാനാണ് സാധ്യത. അതായത് 450 AD 450 മുൻപുള്ള കാലത്തായിരിക്കണം അദ്ദേഹം രചനകൾ നടത്തിയെന്ന്. അതാണ് ഈ ജോൺ ഓഫ് അപ്പമേയിലെ വിശുദ്ധ യോഹന്നാനെ കുറിച്ചുള്ള ഒരു പൊതുവായ ഒരു ഐഡിയ. അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ പറ്റി ഇപ്പോഴും ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ രചനകളുടെ കളക്ഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആ രചനകളുടെ കളക്ഷനിൽ നിന്നാണ് ഇത് ആരെഴുതിയതാണ്. ഈ ജോൺ ഓഫ്, അദ്ദേഹത്തിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ജോൺ ദ സോളിറ്ററി എന്നാണ്, ഏകാന്തവാസിയായ വിശുദ്ധ യോഹന്നാൻ. അങ്ങനെ ഒത്തിരി ഏകാന്തവാസികളായ വിശുദ്ധ യോഹന്നാന്മാരുണ്ടായിരുന്നുവല്ലോ. അപ്പം ഇത് ആരാണ്? അപ്പൊ ഈ സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറയുമ്പം എന്തുകൊണ്ടാണ്, ഞാൻ അതിൻ്റെ അകത്തൊരു ഉദാഹരണം ഞാൻ അയച്ച നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ഥലത്തെക്കുറിച്ച് പറയുമ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ സിറിയയിലെ അപ്പമേയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരു ഫ്രണ്ടിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഒരു ബ്രദർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നതായിട്ട് അദ്ദേഹത്തിന്റെ
ഡയലോഗ് ഓൺ ദ സോൾ, ആത്മാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗിന്റെ അകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം മാറ ഓഫ് അമിത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അമിത് ഇവിടെ നിന്ന് എന്തോരം ദൂരമാണെന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള സ്ഥലം അങ്ങനെയാണ്. ഈ പഴയ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഓതേഴ്സിന്റെ സ്ഥലവും ഭാഷയും ഒക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് അങ്ങനെയാണ്. അതായത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ചില റെഫറൻസസ്, അമിഡ് എന്ന് പറയുന്ന സ്ഥലം എത്ര ദൂരത്ത് നിന്നാണ് അദ്ദേഹം വന്നതെന്ന് ഈ ഡയലോഗിൽ പറയുന്നുണ്ട്. അപ്പം ആ ദൂരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്ര ദൂരം കിഴക്ക് നിന്ന് അല്ലെങ്കിൽ ഇത്ര ദൂരം പടിഞ്ഞാറ് നിന്ന് വരുന്നു എന്നുള്ളൊരു റെഫറൻസ് അതിൻ്റെ അകത്തുണ്ട്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം വർക്കുകൾ നടത്താനും താമസിച്ചിരിക്കാനും കൂടുതൽ സാധ്യത എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ അദ്ദേഹത്തിന്റെ എഴുതിയ ലാംഗ്വേജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഗ്രീക്ക് ഭാഷയിൽ എഴുതി എന്ന് ആദ്യകാലത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് അതിന് കാരണം ഇതാണ്, അദ്ദേഹത്തെ ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാനോട് അദ്ദേഹമാണ് ഈ ഏകാന്തവാസിയായ ശമയൻ എന്നൊരു ചിന്ത, ഏകാന്തവാസിയായ യോഹന്നാൻ എന്നൊരു ചിന്ത ആദ്യകാലത്ത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാൻ ഗ്രീക്ക് ലോകത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നത് കൊണ്ടും ഇദ്ദേഹം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയതെന്നും പിന്നീട് ആരോ സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്തതാണെന്നും ഒക്കെ ചിന്ത ആദ്യകാലത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ റെഫറൻസുകളിൽ നിന്നൊക്കെ അദ്ദേഹം സിറിയായിലെ അപ്പമേയയിലാണ് ജനിക്കുകയും വളരുകയും ചെയ്തതെന്നും അതുകൊണ്ട് അദ്ദേഹം സുറിയാനി ഭാഷയിൽ തന്നെയാണ് എഴുതിയതെന്നും, പക്ഷെ അതേസമയം അദ്ദേഹം 2 ഭാഷകളും വ്യക്തമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു എന്നുമാണ് ഇന്ന് ദൈവശാസ്ത്രജ്ഞന്മാര് കൺക്ലൂഡ് ചെയ്യുന്നത്. കാരണം 2 ഭാഷകളും വ്യക്തമായി കൈകാര്യം ചെയ്യാനും, ഈ 2 ഭാഷകൾ ഉദ്ദേശിച്ചത് സുറിയാനിയും ഗ്രീക്കും. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റ് ഗ്രീക്ക് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ ചില പഠനങ്ങളിലൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ശ്രമിച്ചത് അപ്പമേയിലെ വിശുദ്ധ യോഹന്നാൻ ആരാണ് എന്നൊന്ന് അവതരിപ്പിക്കാനായിരുന്നു. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, അപ്പമേയിലെ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹം ആദ്യകാലത്ത് ഗ്രീക്ക് വേൾഡിൽ ജനിച്ച് മരിച്ച AD 394-95 കാലഘട്ടത്തിൽ മരിച്ച ലിക്കോപോളിസിലെ വിശുദ്ധ യോഹന്നാനായി തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എങ്കിലും ഇപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ ഐക്യകണ്ഠേന ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്ന അദ്ദേഹം സിറിയയിലെ അപ്പമേയായിൽ ജനിച്ച് വളർന്ന ആളെന്നാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ദൈവശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും പറയുന്നത് അദ്ദേഹം 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ, അതായത് AD 450 മുമ്പുള്ള കാലത്ത് ജീവിച്ചിരുന്ന ആളെന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്ത് അദ്ദേഹം ഗ്രീക്ക് ഭാഷയിലാണ് രചനകൾ നടത്തിയെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാ ചരിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞരും സുറിയാനി ഭാഷയിലാണ് രചനകൾ നടത്തിയതെന്നും, പക്ഷെ അദ്ദേഹത്തിന് സുറിയാനി ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഒരുപോലെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഗ്രീക്ക് ഇൻഫ്ലുവൻസസ് കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ പഠനങ്ങളുള്ളതെന്നും പറയുന്നു. ഇനി നമ്മുടെ തീം വീണ്ടും ഞാനൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആധ്യാത്മിക ജീവിതം വ്യത്യസ്ത ശ്രേണികളിലൂടെയുള്ള വളർച്ച എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരും ആത്മീയ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനം ഓരോരുത്തരും മനുഷ്യനെ എങ്ങനെ കാണുന്നു എന്നാണ്. അതായത് ഞാൻ എന്നെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആത്മീയ ജീവിതത്തെ എങ്ങനെ കാണുന്നു. അതായത് നമ്മൾ ആന്ത്രോപോളജി എന്ന് പറയും ഇംഗ്ലീഷിൽ. ആന്ത്രോപോളജിയാണ് സ്പിരിച്വാലിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് മനുഷ്യ വീക്ഷണമാണ് ദൈവവീക്ഷണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആദ്യം നമ്മൾ നമ്മളെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ അപ്പമേയിലെ വിശുദ്ധ യോഹന്നാന്റെ ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റിന്റെ ഗ്രേഡ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മനുഷ്യനെ എങ്ങനെയാണ് കണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ മനുഷ്യനെ എങ്ങനെ ദൈവത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നമ്മൾക്ക് വ്യക്തത ഉണ്ടാവുന്നത്. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അപ്പമേയിലെ വിശുദ്ധ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 2 എലമെന്റ്സിന്റെ സംയോജനമാണ്. എന്ന് വെച്ചാൽ ശരീരവും ആത്മാവും. നമ്മളൊക്കെ അത് സാധാരണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. അത് മറ്റു സഭാപിതാക്കന്മാരൊക്കെ പറയുന്ന കാര്യമാണ്. അവർ ശരീരം, ആത്മാവ്, അരൂപി, അതായത് റൂഹ എന്നൊരു 3ാമത്തെ എലമെന്റ് കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സുറിയാനി പറയുമ്പം പഗറ, നൗശ, റൂഹ. അപ്പൊ ഈ 3 എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ എഫ്രൈമിലും ഒഫ്രഹാത്തിലും ഒക്കെ അവർ വ്യത്യസ്ത പേരുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും, അതായത് ഈ സുറിയാനി വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നതല്ല എങ്കിലും ഈ 3 എലമെന്റ്സിനെ കുറിച്ച് അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും.
അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന അനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം മനുഷ്യന് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവനൊരു ശരീരമുണ്ട്, അതുപോലെ തന്നെ ആത്മാവുണ്ട്. ഈ ശരീരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ശരീരം കാണാവുന്നതാണ്, മാനിഫെസ്റ്റ് സബ്സ്റ്റൻസ് ഓഫ് ദി ബോഡി എന്ന് അദ്ദേഹം പറയും. അതായത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ശരീരം, അതും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആത്മാവ് നമുക്ക് കാണാൻ സാധിക്കില്ല, അത് ഒളിച്ചിരിക്കുകയാണ്. അതായത് ഒളിച്ചിരിക്കുക ഇൻ ദ സെൻസ് അതിനെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പം രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനുള്ളത്, ഒന്ന് അവന്റെ ശരീരവും മറ്റൊന്ന് ആത്മാവും. ശരീരം നമുക്ക് കാണാം, പക്ഷെ ആത്മാവ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ശരീരവും ആത്മാവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിസ്പെൻസിബിൾ ആണ്. അതായത് ശരീരത്തിന് ആത്മാവിനെ വേണം, ആത്മാവിന് ശരീരത്തെ വേണം. നമ്മളിപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ആത്മാവ് കാണാൻ മേലാത്തൊരു കാര്യമാണെന്ന് പറയുമ്പോഴും, ഈ ശരീരവും ആത്മാവും പരസ്പര ബന്ധിതമാണ്. അതായത് അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആത്മാവില്ലെങ്കിൽ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അതിനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യനാകുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും മറ്റു സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവന്റെ ആത്മാവാണെന്നാണ് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ. അത് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു ചിന്തയാണ്. അതായത് ആത്മാവ് മനുഷ്യന് മാത്രമാണുള്ളത്. നമ്മളിപ്പോ മറ്റ് മതങ്ങളിലെ ചിന്താധാരകളിലൊക്കെ മറ്റ് ജീവികൾക്ക് ആത്മാവുണ്ടെന്നൊക്കെ പറയാറുണ്ടെങ്കിലും, പക്ഷേ കത്തോലിക്കാ സഭയുടെ പഠനം അനുസരിച്ച് മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും മറ്റ് സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ആത്മാവായതുകൊണ്ട് ശരീരം മാത്രമേ ഉള്ളൂ എങ്കിൽ അവനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നാണ് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആത്മാവിന് ശരീരം കൊണ്ടുള്ള നേട്ടം? അതിന് അദ്ദേഹം പറയുന്ന ഇതാണ്: ശരീരമില്ലെങ്കിൽ ആത്മാവ് ഉപയോഗശൂന്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഇപ്പോഴത്തെ അവസ്ഥയാണ്. അതിപ്പോൾ ശരീരത്തിനുള്ളിലായിരിക്കുന്ന ആത്മാവ് ശരീരമില്ലെങ്കിൽ ഉപയോഗശൂന്യമാണ് എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹം അതിനുള്ള എക്സ്പ്ലനേഷൻ പറയുന്ന ഇതാണ്: ശരീരമില്ലെങ്കിലും ആത്മാവിന് അതിൻ്റെ വിജ്ഞാനത്തിലേക്ക്, അതായത് ആന്തരിക ജ്ഞാനം കണ്ടെത്താനും അതിനെക്കുറിച്ച് ധ്യാനിക്കാനും ഒക്കെയുള്ള കഴിവ് ആത്മാവിനുണ്ട്. പക്ഷേ ഇതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം. നമുക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും നമ്മളെ ഇൻസ്പയർ ചെയ്യണമെന്ന് പറയുന്നത് പോലെ ആത്മാവിന് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് സ്റ്റിയറിംഗ് എന്ന് പറയും. സ്റ്റിയർ ചെയ്യുക, നമ്മളൊന്ന് കുത്തി, ചിലരെ കുറിച്ച് നമ്മൾ പറയത്തില്ലേ, അവർ വെറുതെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ആരെങ്കിലും ഒന്ന് ഓണാക്കി വിട്ടാലേ അവർ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ജോൺ ഓഫ് അപ്പമയ പറയുന്നത് ആത്മാവിന് എല്ലാ കഴിവുകളും ഉണ്ട്. അതിനാൽ തന്നെ അതിനൊറ്റയ്ക്ക് തന്നെ എല്ലാ ആത്മീയ രഹസ്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് ആത്മാവിനുണ്ട്. പക്ഷെ ആത്മാവ് ശരീരത്തിനുള്ളിലായിരിക്കുന്ന ഈ അവസരത്തിൽ ആത്മാവിന് ശരീരത്തിന്റെ സഹായമില്ലാതെ ആ ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല. അത് കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരം അതിൻ്റെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ലഭിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങളാണ് നമ്മുടെ ആത്മാവിനെ ആന്തരിക ജ്ഞാനത്തിലേക്ക് പോകാനായിട്ടുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് എന്നാണ് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ, അതായത് ദൈവം മനുഷ്യനെ ആത്മാവും ശരീരവുമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ആത്മാവ് ശരീരത്തിന്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് ആന്തരിക ജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ആത്മാവില്ലെങ്കിൽ ശരീരം ഒരു മനുഷ്യനെയല്ല, ശരീരമില്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആത്മാവിന് ആന്തരിക ജ്ഞാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ഭൗതികമായ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളോട് ലഭിക്കുന്ന ചില ഇൻസ്പിറേഷൻസ് ആണ് ആന്തരിക ജ്ഞാനം. നമ്മളിപ്പം വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആണ് അങ്ങനെ പല വിധത്തിലുള്ള കാഴ്ചകൾ, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, ഇതൊക്കെ നമ്മുടെ ആത്മാവിനെ കൂടുതൽ ആന്തരിക ജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, അത് വളരെ പ്രധാനപ്പെട്ട. ഇനി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈ 3 grades ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നതിന്റെ ഒരു ബേസിക് പോയിന്റ് ഇവിടെയാണ്. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതിന്റെ ബേസിക് പോയിന്റ്, അദ്ദേഹം ശരീരത്തെ അവതരിപ്പിക്കുന്നത്, ശ്രദ്ധിക്കുക, അപ്പമേയിലെ വിശുദ്ധ യോഹന്നാൻ ശരീരത്തെ അവതരിപ്പിക്കുന്നത് അത് മറ്റ് സുറിയാനി സഭാപിതാക്കന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഐഡിയയാണ്. അദ്ദേഹം ശരീരത്തെ അവതരിപ്പിക്കുന്നത് പരസ്പര വിരുദ്ധമായ വ്യത്യസ്ത എലമെന്റ്സിന്റെ ഒരുമിച്ച് ചേരലാണ് ശരീരം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ലോകത്തിന്റെ, അല്ലെങ്കിൽ ഈ നമ്മൾ പുറമേ കാണുന്ന ഈ ഭൂമിയുടെ, ഈ പ്രകൃതിയുടെ ഒരു ചെറു പതിപ്പായിട്ട് അദ്ദേഹം ശരീരത്തെ അവതരിപ്പിക്കുന്നു. ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം പരസ്പര വിരുദ്ധമായ വ്യത്യസ്ത എലമെന്റുകളുണ്ട് ഇവിടെ, ശരിയല്ലേ? ചൂടുണ്ട്, തണുപ്പുണ്ട്. ചില സമയത്ത് നമുക്ക് ഭയങ്കര വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടാകും, ചില സമയത്ത് പെരുമഴയും പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു. പരസ്പര വിരുദ്ധങ്ങളായ എലമെന്റ്സ് ഈ ഭൂമിയിലുണ്ട്.
ഇവിടുത്തെ പല പ്രശ്നങ്ങളുടെയും കാരണം ഈ പരസ്പര വിരുദ്ധമായ എലമെന്റ്സ് ആണ്. എന്ന് പറയുന്നത് പോലെ ശരീരവും രൂപീകൃതമായിരിക്കുന്നത് പരസ്പരം മത്സരിക്കുന്ന അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ എലമെന്റ്സ് കൊണ്ടാണ് എന്നത് അദ്ദേഹത്തിന്റെ ഗ്രീക്ക് ഇൻഫ്ലുവൻസിന്റെ വലിയൊരു ഭാഗമായിട്ട് നമുക്ക് കാണാം. കാരണം മറ്റ് സുറിയാനി സഭാപിതാക്കൾ നമ്മൾ എഫ്രൈമിനെയും അഫ്രഗാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അവർ ശരീരത്തെ അവതരിപ്പിക്കുന്നത്. കാരണം അതൊരു സെമിറ്റിക് ചിന്തയാണ്. അതായത് ശരീരം മോശമല്ല, ആത്മാവും മോശമല്ല, എല്ലാം ഒരുമിച്ച് ഒറ്റ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്നു എന്നാണ് സെമിറ്റിക് ചിന്ത. അതായത് ഹീബ്രു ലോകത്തിന്റെ, സുറിയാനി ലോകത്തിന്റെ ചിന്ത. അവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന അങ്ങനെയല്ല, ശരീരം മോശമാണ്. കാരണം എന്താ? ശരീരം സൃഷ്ടിക്കപ്പെട്ടത് പരസ്പരം പോരടിക്കുന്ന, പരസ്പരം മത്സരിക്കുന്ന വ്യത്യസ്ത എലമെന്റുകൾ കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യനെ ഒരു ഇൻഫീരിയർ നേച്ചറിൽ, അതായത് ഒരു താഴ്ന്ന രീതിയിൽ സൃഷ്ടിക്കുക എന്നത് ദൈവത്തിന്റെ തന്നെ ഉദ്ദേശം അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ മറ്റ് സഭാപിതാക്കന്മാരെ കുറിച്ചൊക്കെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ വേദനകൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മരണം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത്? അതിനൊക്കെയുള്ള അവരുടെ ഉത്തരം ഇതാണ്: ആദ്യ മനുഷ്യന്റെ പാപം മൂലം. നമ്മൾ ഏത് സുറിയാനി സഭാപിതാക്കളെയോ അല്ലെങ്കിൽ മറ്റ് സഭാപിതാക്കന്മാരെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ പൊതുവായ ഒരു അഭിപ്രായം അതാണ്, മനുഷ്യന് ഈ ഇൻഫീരിയർ നേച്ചർ ഉണ്ടായത്. നമുക്കൊരു എന്തൊക്കെയോ കുറവുകൾ നമുക്കുണ്ടല്ലോ, നമുക്ക് തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്ന കുറവുകൾ നമുക്കുണ്ട്. ഈ കുറവുകളൊക്കെ ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തത് കൊണ്ടാണ് എന്നതാണ് പൊതുവെയുള്ള ഒരു ചിന്ത. പക്ഷേ അദ്ദേഹം പറയുന്ന അങ്ങനെയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ്. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതായത് മനുഷ്യന്റെ ഈ ഇൻഫീരിയർ നേച്ചർ, അതായത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഈ പ്രശ്നം, ആ പ്രശ്നം എന്ന് പറയുന്നത് പരസ്പരം പോരടിക്കുന്ന, പരസ്പരം മത്സരിക്കുന്ന, പരസ്പര വിരുദ്ധങ്ങളായ എലമെന്റ്സിന്റെ കൂട്ടമാണ് ശരീരം. അത് ദൈവത്തിന്റെ പ്ലാനിന്റെ ഭാഗമാണ്. ആദ്യം മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിലും മനുഷ്യന്റെ ശരീരം അങ്ങനെ തന്നെ ആകുമായിരുന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ ഈ വ്യത്യസ്ത ഗ്രേഡിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു അടിസ്ഥാന പോയിന്റിലാണ് അദ്ദേഹം മറ്റു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് മനുഷ്യനെ ഒരു ഇൻഫീരിയർ നേച്ചറിൽ സൃഷ്ടിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ എളിമയോടെ ജീവിക്കണമെന്ന് യോഹന്നാൻ പറയുകയാണ്. കാരണം ചിലരൊക്കെ വളരെ മിടുക്കന്മാരുണ്ട് ഈ ലോകത്തിൽ, ചിലർ പക്ഷെ ഭയങ്കര വീക്കായിട്ടുള്ള ആളുകളുണ്ട്. അവർ പെട്ടെന്ന് അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുന്നു. വേറെ ചിലർ ഭയങ്കര ആരോഗ്യവാന്മാരാണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ വീക്കായിരിക്കുന്നതോ ആരെങ്കിലും ഒക്കെ സ്ട്രോങ് ആയിരിക്കുന്നതോ അവരുടെ മെച്ചം കൊണ്ടല്ല, മറിച്ച് ഇറ്റ് വാസ് ബിക്കോസ് ദിസ് വീക്ക്നെസ് ഓർ സ്ട്രെങ്ത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ക്രിയേഷൻ ഓഫ് ഗോഡ്. ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ശാരീരികമായ ക്ഷമതകളും ശാരീരികമായ കുറവുകളും ഒന്നും നമ്മുടെ മേന്മ കൊണ്ടോ മെച്ചം കൊണ്ടോ അല്ല, മറിച്ച് അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായ ഇൻഫീരിയോറിറ്റി. നമുക്ക് ആ ഇൻഫീരിയോറിറ്റിയുടെ ഗ്രേഡിൽ വ്യത്യാസമുണ്ട്. ചിലർ കുറച്ച് കൂടുതൽ ഇൻഫീരിയർ ആവാം, ചിലർ കുറച്ച് ഇൻഫീരിയർ ആകാം. പക്ഷേ ഈ ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായതുകൊണ്ട് ആരും അഹങ്കരിക്കാനോ ആരും അസ്വസ്ഥതപ്പെടാനോ പാടില്ല എന്ന് യോഹന്നാൻ പറയുകയാണ്. അതായത് എനിക്ക് കൂടുതൽ ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അഹങ്കരിക്കാനോ, ഞാൻ ഭയങ്കര വീക്കാണ് എന്ന് പറഞ്ഞ് ആരും അസ്വസ്ഥതപ്പെടാനോ പാടില്ല. കാരണം ഇത് ദൈവത്തിന്റെ പ്ലാനിന്റെ ഭാഗമാണ്. അപ്പൊ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം, അതായത് അദ്ദേഹം തൊമാസ്യൂസ് എന്ന് പറയുന്ന ആൾക്ക് എഴുതിയ ഒരു കത്ത്, അദ്ദേഹത്തിന്റെ വ്യത്യസ്ത പല രചനകളിൽ ഒന്നാണ് എ ലെറ്റർ ടു ഡയലോഗ് വിത്ത് തൊമാസ്യൂസ്. അപ്പൊ അതിനകത്ത് മുഴുവൻ അദ്ദേഹം ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഒരു ഇൻഫീരിയർ നേച്ചറിൽ സൃഷ്ടിച്ചത്, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അതായത് ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ടാണല്ലോ സൃഷ്ടിച്ചത്. ഈ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള സൃഷ്ടി തന്നെ ദൈവം മനുഷ്യനെ ഇൻഫീരിയർ ആയി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു എന്നതിന്റെ സൂചനയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേർന്ന് പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കേണ്ടി വരുന്നത്? ഇപ്പൊ എന്തോ കുറവുള്ളത് കൊണ്ടാണ്. അതാണ് അദ്ദേഹത്തിന്റെ ലോജിക്ക്. ഇപ്പൊ അതായത് ഒരു കുറവുണ്ട്, എന്തോ കുറവുണ്ട്, അപ്പൊ കുറച്ചുകൂടെ പൂർണ്ണത ഉണ്ടാകാൻ വേണ്ടിയാണ് പുതിയ തലമുറ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ പുതിയ തലമുറ ഉണ്ടാകത്തക്ക രീതിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ പ്ലാനിന്റെ ഭാഗമാണ്. അതായത് മനുഷ്യനെ ഇൻഫീരിയർ ആയി സൃഷ്ടിക്കുക എന്നത് മനുഷ്യന്റെ ഭാഗം. രണ്ടാമത്തത്, മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പം അവന് വളർച്ച ഉണ്ടാവണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ. അപ്പം വളർച്ച ഉണ്ടാകണമെങ്കിൽ കുറവുണ്ടാകണമല്ലോ. അപ്പൊ പൂർണ്ണമായ പെർഫെക്ഷനിലാണ് നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ഈ വളർച്ചയ്ക്ക് അവസരമില്ല. അപ്പൊ ഈ വളർച്ചയ്ക്ക് അവസരം ഉണ്ടാകണമെങ്കിൽ കുറവുണ്ടാകണം. അപ്പൊ ഈ കുറവുണ്ടാകുന്ന എന്തിനു വേണ്ടിയാണ്? ഈ കുറവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് ധ്യാനിക്കാനും
ഒരു പൂർണ്ണത മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് വളരാനും വേണ്ടിയാണ്. ആ ഒരു പോസിബിലിറ്റി ഇട്ടിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അദ്ദേഹം പറയണം. അപ്പൊ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ശരീരം കുറവുള്ളതാണ്. പക്ഷെ അതത്ര ഒരു എന്നാ പറയുന്ന ഒരു പൊതുവായ ഒരു സുറിയാനി സെമിറ്റിക് ചിന്തയല്ല. ശരീരത്തെക്കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത പൊതുവെ സുറിയാനി സഭയിലില്ല. അത് കുറച്ചുകൂടി ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ആണ്. നമുക്കറിയാം ഗ്രീക്ക് സഭാപിതാക്കന്മാരും ഗ്രീക്ക് ചിന്തകരും ദൈവശാസ്ത്ര ചിന്തകരും ഒക്കെ ഗ്രീക്ക് തത്വശാസ്ത്രത്താൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടവരാണ്. ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട ആളാണ് പ്ലേറ്റോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്ലേറ്റോ ഒരു തത്വശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ ചിന്തയാണ് ആത്മാവ് ശരീരത്തിന്റെ തടവറയിലാണ്. അതായത് ശരീരം ഒരു പ്രിസണാണ്, ആ പ്രിസന്റെ ഉള്ളിൽ കിടക്കുവാണ് ആത്മാവ്. അപ്പൊ ആ പ്രിസണിൽ നിന്ന്, ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ആത്മാവിന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവൂ എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ അവിടെ ഒരു ശരീരത്തെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായമുണ്ട്. അതൊരു തടവറ എന്ന പോലെ അവതരിപ്പിക്കും. അതിന്റെ ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞതുപോലെ 4-ാം നൂറ്റാണ്ടിന് ശേഷം, അതായത് എഫ്രൈമിന്റെയും അഫ്രഹാത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷം കുറച്ചൊക്കെ സുറിയാനി സഭയിൽ ഉണ്ടായി. അത് അപ്പമേയിലെ വിശുദ്ധ യോഹന്നാനിലും ഉണ്ടായി എന്നതിന്റെ സൂചനയാണ് ശരീരത്തെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആത്മാവിനെ കുറിച്ച് അദ്ദേഹം നമുക്ക് സാധാരണ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ആത്മാവ് മനുഷ്യനിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. അതായത് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും മറ്റ് സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എലമെന്റ് ആണ് ആത്മാവ്. ആത്മാവില്ലെങ്കിൽ മനുഷ്യനല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധരായ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവര് ദൈവത്തോടുള്ള സ്നേഹം, മിശിഹായോടുള്ള സ്നേഹം അവർ സൂക്ഷിച്ചിരിക്കുന്ന ഇടം എന്ന രീതിയിലാണ് അദ്ദേഹം ആത്മാവിനെ അവതരിപ്പിക്കുന്നത്. ഇനി ആത്മാവിന്റെ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനിൽ ആത്മാവ് ഉണ്ടാകണം എന്ന് പറയാനുള്ള കാരണം, അത് ശരീരം ഇൻഫീരിയർ നേച്ചറിലായതുകൊണ്ടാണ്. അതായത് ശരീരത്തെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് കുറവുകളോടുകൂടിയാണ്. അപ്പൊ ശരീരത്തെ കുറവുകളോടുകൂടി സൃഷ്ടിച്ചെങ്കിൽ ആ കുറവുകളോടുകൂടെ സൃഷ്ടിച്ച ശരീരത്തിന് തന്നെ പെർഫെക്ഷനിലേക്ക് എത്താൻ സാധിക്കത്തില്ല. അപ്പൊ പൂർണ്ണമായ ഒരു കാര്യം കൂടി നമുക്ക് ഉണ്ടാവണം. ആ പൂർണ്ണതയുടെ എലമെന്റ് ആണ്, അല്ലെങ്കിൽ ആ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന എലമെന്റ് ആണ് ആത്മാവ്. അപ്പൊ ആത്മാവും കൂടെ ഉള്ളത് കൊണ്ടാണ്, ആത്മാവിന്റെ സഹായത്തോടെയാണ് ശരീരത്തിന് ഈ കുറവുകളിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പോകാൻ സാധിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ശരീരത്തെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സാത്താൻ, നമ്മൾ സാധാരണ സാത്താനെ കുറിച്ച് പറയും, സാത്താന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയും. ചിലർക്കൊക്കെ സാത്താന്റെ അപ്പരീഷൻസ്, സാത്താൻ അപ്പരീഷനെ കുറിച്ച് പറയുന്നത് സാത്താൻ ചിലപ്പം മാലാഖമാരെ പോലെ പ്രത്യക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാത്താന്റെ ലെവൽ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ലെവലിന് മുകളിലും ആത്മാവിന്റെ ലെവലിന് താഴെയുമാണെന്നാണ് അപ്പമേയിലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത്. അതായത് സാത്താനെ നമ്മൾ പ്ലേസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആത്മാവ് മുകളിൽ, ആത്മാവിന്റെ താഴെ സാത്താന്റെ താഴെ നമ്മുടെ ശരീരം. അതുകൊണ്ട് സാത്താൻ ഒരിക്കലും ആത്മാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആത്മാവ് സാത്താന് മുകളിലാണ്. സാത്താന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തെയാണ്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷൻസ് സാത്താനിൽ നിന്നുണ്ടാകുന്നുണ്ടെന്ന് വിചാരിക്കും, ദർശനങ്ങൾ സാത്താനിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ ശാരീരിക ലെവലിലാണ്. നമ്മുടെ ആത്മാവിനെ ഒരിക്കലും തൊടാൻ സാത്താന് സാധിക്കില്ല എന്നാണ് അപ്പമേയിലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത്. അപ്പം ശരീരം, അതിന് മുകളിൽ സാത്താൻ, അതിന് മുകളിലാണ് ആത്മാവിന്റെ ലെവൽ. ഞാൻ ആ ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാത്താന്റെ പ്രലോഭനങ്ങളോ സാത്താന്റെ ദർശനങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം ശരീരത്തിന്റെ ലെവലിലാണ്. പക്ഷെ ആത്മാവിന് ദർശനങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആത്മാവിനുണ്ടാകുന്ന ദർശനങ്ങളൊന്നും സാത്താനിൽ നിന്നല്ല. ഇപ്പൊ നമ്മളിപ്പോ മനുഷ്യരെന്ന നിലയിൽ അതിനെ വിവേചിച്ചറിയുക അത്ര എളുപ്പമല്ല. നമുക്കതിന് കുറച്ചുകൂടെ ആത്മീയമായി വളർന്ന ആളുകളുടെ സഹായം ആവശ്യമാണ്. പക്ഷെ അപ്പമേയിലെ വിശുദ്ധ യോഹന്നാന്റെ തിയറി ഇതാണ്: നിങ്ങൾക്കുണ്ടാകുന്ന ദർശനങ്ങൾ ആത്മാവിനുണ്ടാകുന്ന ദർശനങ്ങളാണെങ്കിൽ അതിനാൽ തന്നെ ഉറപ്പിക്കാം അത് സാത്താനിൽ നിന്നല്ല. പക്ഷെ നിങ്ങൾക്കുണ്ടാകുന്ന ദർശനങ്ങൾ ശരീരത്തിൽ നിന്നുള്ള ദർശനമാണെങ്കിൽ അത് സാത്താനിൽ നിന്നാകാം. മനസ്സിലായോ? അതൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ദർശനം അതെങ്ങനെയാണ്, ഇത് ആത്മാവിനുണ്ടാകുന്ന ദർശനമാണോ ശരീരത്തിനുണ്ടാകുന്ന ദർശനമാണോ എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവ് അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനമാണെന്ന് നമുക്കറിയാം. അത് ആത്മീയമായി വളർന്ന ആളുകൾക്കാണ് അതിനെ വിവേചിച്ചറിയാനും അതിനെ നമ്മളെ സഹായിക്കാനും സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശരീരത്തെക്കുറിച്ച് കുറച്ച് ഒരല്പം ഒരു നെഗറ്റീവ് ഒരു ടോൺ അദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ട് എന്ന് ഞാനൊന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ഇനി അടുത്തത്, ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിനുള്ളിലായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിനുള്ളിലായിരിക്കുന്നത്, ശരീരത്തിന്റെ ഉള്ളിലായിരിക്കുമ്പം ആത്മാവ് അതിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട
അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായി കഴിയുമ്പോൾ ആ കുഞ്ഞ് കിടക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ആത്മാവ് ആയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയാണ്. ആ ലെവലിൽ നിന്ന് നമ്മൾ വളരണം എന്നാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പറയാൻ പോകുന്നത്. ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ച് അതിന്റെ ഒരു ഫൗണ്ടേഷനാണ് നമ്മളിപ്പോൾ വിടുന്നത്. ഇത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് അടുത്ത കാര്യങ്ങൾ കുറച്ചുകൂടെ പിടികിട്ടുന്നത്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ്, അതായത് നമ്മൾ കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പം ഈ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയിലെത്തും. അതായത് എല്ലാ ഓർഗൻസും ഉള്ള ഒരു കുഞ്ഞായിട്ട് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. അപ്പൊ ആ കുഞ്ഞിന്റെ പ്രത്യേകത എന്താണ്? അതിന് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, അതിന് പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ കുഞ്ഞ് കാണുന്നില്ല, കേൾക്കുന്നില്ല, ആ കുഞ്ഞ് സ്പർശിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊന്നും നമുക്ക് വ്യക്തതയില്ല. മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ കാണുന്നില്ല, ശ്വസിക്കുന്നില്ല, കേൾക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലും പഞ്ചേന്ദ്രിയങ്ങളൊന്നും ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥയാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ്. എന്നതുപോലെ തന്നെയാണ് ഒരു ഒരു ശരീരത്തിനുള്ളിലായിരിക്കുന്ന ഒരു ആത്മാവ് എന്നാണ് യോഹന്നാൻ അപ്പമേയ പറയുന്നത്. അതായത് അതിന് എല്ലാ ഓർഗൻസും, അതായത് അതിൻ്റെതായ എല്ലാ ഫങ്ഷൻസും നടത്താനുള്ള കഴിവുണ്ട്. പക്ഷേ അത് ഫങ്ഷൻസ് ഉപയോഗിക്കാതെ ഇരിക്കുന്നു. അത് എപ്പോഴാണ് അതിന് സാധിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ പറയാം. അപ്പൊ അതിനുശേഷം അവസാനമായിട്ട് അദ്ദേഹം ഈ ആത്മാവിന്റെ ഇമ്മോർട്ടാലിറ്റി, അതായത് ശരീരം നശിക്കുമല്ലോ, മരണത്തോടെ ശരീരം നശിക്കും, പക്ഷെ ആത്മാവ് മരണത്തോടെ നശിക്കുന്നില്ല. അത് ഇമ്മോർട്ടലാണ്, അമർത്യമാണ്. അപ്പൊ ഈ ഇമ്മോർട്ടാലിറ്റി, അമർത്യത എന്ന് പറയുന്നത് ശരീരത്തിന്റെ താല്പര്യം അനുസരിച്ചോ അല്ലെങ്കിൽ മനുഷ്യന്റെ താല്പര്യം അനുസരിച്ചോ അല്ല. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ തീരുമാനിക്കണം എൻ്റെ ആത്മാവ് ഇമ്മോർട്ടൽ ആകണ്ട എന്ന് തീരുമാനിച്ചാലും ആത്മാവ് അമർത്യമായിരിക്കും. അതായത് നമ്മുടെ തീരുമാനം, എൻ്റെ ആത്മാവിന്റെ അമർത്യതയും മർത്യതയും എൻ്റെ തീരുമാനമല്ല, അത് ദൈവത്തിന്റെ തീരുമാനം. അതുകൊണ്ട് അത് എപ്പോഴും അമർത്യമാണ്. ആത്മാവ് അമർത്യമാണ്. അതിനെ എനിക്ക് മർത്യമാക്കണം അല്ലെങ്കിൽ അതിനെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും സാധിക്കുകയില്ല. അതായത് ആത്മാവിനെ അമർത്യമായി തന്നെ തുടരണം എന്നതാണ് ദൈവത്തിന്റെ നിഷ്ഠ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അതിപ്പോൾ ശരീരത്തെയും ആത്മാവിനെയും കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അരൂപി, സ്പിരിറ്റ്, റൂഹ എന്ന് നമ്മൾ സുറിയാനി പറയും. ഈ അരൂപി, സ്പിരിറ്റ് എന്ന എലമെന്റ് മറ്റ് സഭാപിതാക്കന്മാരിലൊക്കെ കുറച്ചുകൂടെ വ്യക്തമാണ്. പക്ഷേ അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ അങ്ങനെ വളരെ വ്യക്തമായി അരൂപി എന്നൊരു മൂന്നാമത്തെ എലമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ എങ്കിലും വളരെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ രചനകൾ വായിക്കുമ്പം അവിടെ ഇവിടെയൊക്കെ ചെറിയ സൂചനകളുണ്ട്. അപ്പോൾ ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ ചിലരൊക്കെ അതിനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരീരമുണ്ട്, ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ എലമെന്റ് ആയിട്ടാണ് അരൂപി അവതരിപ്പിക്കുന്നത്. ആത്മാവിന്റെ ഉള്ളിലുള്ള ഒരു ശബ്ദമായിട്ടൊക്കെയാണ്. അതുകൊണ്ടൊരു വ്യക്തത, അതായത് നമ്മളിപ്പോൾ മറ്റ് സഭാപിതാക്കന്മാരെ കുറിച്ച് പറയുന്നത് പോലെ മൂന്നാമത്തെ എലമെന്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ അവതരണം അദ്ദേഹം നടത്തുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ അതില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാവണമെന്നില്ല. നമുക്കറിയാമല്ലോ, ഓരോ വിഷയങ്ങൾക്കും അനുസരിച്ചാണല്ലോ ഇവർ എഴുതുന്നത്. അപ്പൊ ഇവര് ചില കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്നതുകൊണ്ട് അവർ അതിനെ അംഗീകരിക്കുന്നില്ല എന്നർത്ഥമില്ല. കാരണം ആത്മാവില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. പക്ഷെ ആത്മാവിനെ കുറിച്ച് വളരെ വിശദമായ ചിന്തകളില്ല. പക്ഷേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ, അതായത് ഈ ചില വ്യത്യസ്തമായ ഗ്രേഡ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ശരീരത്തിൻ്റെത്, ആത്മാവിൻ്റെത്, അരൂപിതയുടെ എന്ന് അദ്ദേഹം മൂന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിശദമായ വിശദീകരണം നൽകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അരൂപി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക സഭാപിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ശരീരം, ആത്മാവ്, ഈ ആത്മാവിനുള്ളിലുള്ള ഒരു എലമെന്റ് എന്ന പോലെ അവര് അരൂപി അവതരിപ്പിക്കും. അപ്പൊ ഈ ഒരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇനിയും ആത്മീയ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗ്രഡേഷൻ ഉണ്ട് എന്നാണ്. ആ ഗ്രഡേഷൻ ഇങ്ങനെയാണ്: ഒന്നാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ തലം, രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ആത്മാവിന്റെ തലം, മൂന്നാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് അരൂപിയുടെ തലം. ഞാൻ മുമ്പ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആന്ത്രോപോളജി അവതരിപ്പിച്ചത്. ശരീരം, ആത്മാവ്, അരൂപി എന്നത് എന്താണ് എന്ന് യോഹന്നാൻ, അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് എന്താണ്, അവതരിപ്പിച്ച് എന്താണെന്ന് ഇപ്പൊ വ്യക്തമായെന്ന് തോന്നുന്നു. അതായത് അദ്ദേഹം 3 ഗ്രേഡ്സ് ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ തലം, രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ആത്മാവിന്റെ തലം, മൂന്നാമത്, അതായത് ഈ ആന്ത്രോപോളജിയുടെ ബേസിസിലാണ് അദ്ദേഹത്തിന്റെ സ്പിരിച്വാലിറ്റി, ആത്മീയത അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിന്റെ തലത്തിൽ നിന്ന് ആത്മാവിന്റെ തലത്തിലേക്കും ആത്മാവിന്റെ തലത്തിൽ നിന്ന് അരൂപിയുടെ തലത്തിലേക്കുമുള്ള യാത്രയാണ് ആത്മീയ ജീവിതം. അതായത് നമ്മളെല്ലാവരും ശരീരത്തിന്റെ തലത്തിലാണ്, പക്ഷെ അവിടെ നിന്നാൽ നമ്മൾ രക്ഷപ്പെടുകയല്ല, ഇവിടെ നിന്ന് മുകളിലേക്ക് യാത്ര ചെയ്യണം എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ഈ ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രഡേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസിന്റെ ഫലമാണ്. അതായത് നമ്മുടെ സുറിയാനിയുടെ തനതായ
ഒരു സെമിറ്റിക് ശൈലിയിൽ അങ്ങനത്തെ ഗ്രഡേഷൻ ഒന്നും ഇല്ല. കാരണം ശരീരം താഴെയുള്ളതും ആത്മാവ് അതിനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടിയതും അരൂപി അതിനേക്കാൾ സ്റ്റാൻഡേർഡ് കൂടിയതും എന്ന് പറയുമ്പോഴാണല്ലോ ഈ ഗ്രഡേഷനിൽ എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ട് ഒരു കാര്യത്തിൽ. നമ്മളെപ്പോഴും ഗ്രേഡ് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അയാളുടെ ഇൻഫീരിയർ ആയി മാറി എന്നതുപോലെ തന്നെ ഗ്രഡേഷൻ പറയുന്നിടത്തൊക്കെ ഒരു ഇൻഫീരിയോറിറ്റിയും സുപ്പീരിയോറിറ്റിയും ഉണ്ട്. ഒന്ന് കൂടുതൽ മെച്ചപ്പെട്ടതും മറ്റത് അല്പം കൂടി മോശമായതുമാണെന്നുള്ളൊരു ധ്വനി അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെമിറ്റിക് ചിന്തയിൽ, അതായത് ഹീബ്രു, സുറിയാനി ഭാഷയിൽ, പ്രത്യേകിച്ച് നമ്മുടെ പഴയ നിയമ ഗ്രന്ഥമൊക്കെ വായിച്ചാൽ അറിയാം, അവിടെയൊക്കെ ഈ ശരീരത്തിന്റെ ആത്മാവിന്റെ എല്ലാ എലമെന്റും ഒരു അസ് എ ഹോൾ, ഒരു ഹ്യൂമൻ പേഴ്സണെ ഒരുമിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ്. ഈ എഫ്രൈമിന്റെ അഫ്രഹാത്തിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനിടയ്ക്കൊന്ന് പറയുകയാണ്. അതായത് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ വളരെ നിഷ്ഠയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ശരീരം ഉയർക്കുന്നത് വരെ ആത്മാവ് ശരീരത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് ഈ ശരീരം ഉയർത്തു വന്നു കഴിയുമ്പോൾ ശരീരം കൂടെ ഒരുമിച്ച് ചേർന്നാണ്, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെന്നാണ് അഫ്രഹാത്ത് എഫ്രൈം ഒക്കെ പറയുന്നത്. കാരണം ഇവർ ഒരുമിച്ചാണ് വന്നത്, ഇവർ ഒരുമിച്ചേ പോകൂ. അത്രയും ദൃഢമായ ബന്ധമാണ് ശരീരത്തിനും ആത്മാവിനും. ഇത് മറ്റത് ഒന്നിന്റെ തടവറയിലാണെന്നോ അല്ലെങ്കിൽ എൻ്റെ സ്വതസിദ്ധമായ പ്രവർത്തനം, നമ്മൾ മുമ്പേ കണ്ടല്ലോ, ആത്മാവിന്റെ സ്വതസിദ്ധമായ പ്രവർത്തനത്തിന് ശരീരത്തിൽ നിൽക്കുമ്പോൾ സാധിക്കത്തില്ല, ശരീരത്തിൽ നിന്ന് പുറത്തു പോയാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ എംബ്രിയോമായിട്ടുള്ള കമ്പാരിസൺ പറഞ്ഞല്ലോ, അതായത് അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞിനെ പോലെയാണ്, അതിന് കണ്ണും എല്ലാം ഉണ്ടെങ്കിലും ശരീരത്തിനുള്ളിൽ നിൽക്കുമ്പോൾ അതിന് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ആത്മാവ് ശരീരത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഫങ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തു പോയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ഈ ഒരു നെഗറ്റീവ് എലമെന്റ്. പക്ഷെ ഒരിക്കലും സുറിയാനിയിൽ പൊതുവെ ഉള്ളതല്ല. പക്ഷെ ഈ ഗ്രഡേഷൻ അദ്ദേഹം ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലും ഒക്കെ ഉണ്ട് എന്ന് കൂടി ഒന്ന് അവതരിപ്പിച്ചിട്ട് നമുക്ക് മറ്റു പോയിന്റിലേക്ക് പോകാം. ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത്, ഗ്രഡേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. ദൈവം സൃഷ്ടിച്ചത് തന്നെ, ഈ ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ ഗ്രഡേഷനോടെയാണ്. ഒന്നാമത്തെ ഗ്രഡേഷൻ എന്ന് പറയുന്നത് 2 ലോകങ്ങൾ ദൈവം സൃഷ്ടിച്ചു. ഒന്ന് മാലാഖമാരുടെ ലോകവും ഒന്ന് മനുഷ്യന്റെ ലോകവും. ഈ മാലാഖമാരുടെ ലോകം എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ ലോകമാണ്, മനുഷ്യരുടെ ലോകം എന്ന് പറയുന്നത് ഇൻഫീരിയർ. ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമാണ് ഈ ഗ്രഡേഷൻ. നമ്മളിപ്പം ഗ്രഡേഷൻ വേണ്ട, അല്ലെങ്കിൽ അവരാരും മറ്റവരെക്കാൾ വലിയവരല്ല എന്നൊക്കെ തിയററ്റിക്കലി പറഞ്ഞാലും അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ഈ ഗ്രഡേഷൻ ഉണ്ട്, അതായത് മാലാഖമാരുടെ ലോകം. പക്ഷെ ഇതെങ്ങനെയാണ് ഈ ഗ്രഡേഷന്റെ ബേസിസ് എന്താണെന്നുള്ളത് അദ്ദേഹം പറയുന്നത്, പ്രോക്സിമിറ്റി ടു ഗോഡ്, ദൈവത്തോടുള്ള അടുപ്പം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിലുള്ള വലുപ്പവും ചെറുപ്പവും. ഇതാണ് ഗ്രഡേഷൻ തീരുമാനിക്കുന്നത്. ആരാണ് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവരാണ് കൂടുതൽ സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്കാർ. ആരാണ് ദൈവത്തിൽ നിന്ന് കൂടുതൽ, ഇപ്പൊ നമ്മൾ തന്നെ നോക്കുവാണെങ്കിൽ മാലാഖമാര് ദൈവത്തിന്റെ അടുത്താണ്, സ്വർഗത്തിലാണ്, അതുകൊണ്ട് അവർ കൂടുതൽ സ്റ്റാൻഡേർഡ്. മനുഷ്യർ പക്ഷേ സ്വർഗത്തിൽ നിന്ന് അകലെയാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കുറഞ്ഞ സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് നമുക്കതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച്, മാലാഖമാർക്ക് ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പ്രത്യേക റെവലേഷന്റെ ആവശ്യമൊന്നുമില്ല. അതാണ് നമ്മളെ വ്യത്യാസം. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പ്രോക്സിമിറ്റിയും ഒന്ന് നോളജും. ദൈവത്തോടുള്ള അടുപ്പം ഒന്ന്, 2 ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ഈ 2 കാര്യങ്ങളാണ് ഒരാളുടെ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റിയും തീരുമാനിക്കുന്നത്. മാലാഖമാരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെക്കാൾ കുറച്ചുകൂടെ ദൈവത്തോട് അടുത്തായതുകൊണ്ട് അവർ നമ്മളെക്കാൾ ബെറ്ററാണ്. 2 നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. മാലാഖമാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണമെങ്കിൽ പ്രത്യേകിച്ച് റെവലേഷൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അവർ ദൈവത്തെ മുഖാഭിമുഖം ദർശിക്കുന്നു. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈശോ ആദ്യം പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരുടെയും അവിടുന്ന് സംസാരിച്ചു, പിന്നീട് തന്റെ പുത്രനിലൂടെ അവൻ സംസാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ വെളിപാടിനെ കുറിച്ചാണ്. ഈ വെളിപാടുള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കില്ല. ഈ 2 കാര്യങ്ങളുടെ ബേസിസിലാണ് അദ്ദേഹം 2 സുപ്പീരിയർ ഇൻഫീരിയർ വേൾഡ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി അദ്ദേഹം പറയുകയാണ്, ഈ ഗ്രഡേഷൻ സ്വർഗത്തിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് 3 രീതിയിൽ മാലാഖമാരെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. 1 കെറൂബിം, 2 സെറാഫിം, 3 മാലാഖമാർ. 3 രീതിയിൽ സ്വർഗീയ ജീവികളെ 3 രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് കെറൂബിം, സെറാഫിം ആൻഡ് മാലാഖമാർ, ഏഞ്ചൽസ്. നമ്മൾ ക്രോവെ, സ്രാപ്പെ എന്ന് നമ്മൾ കുർബാനയിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. കെറൂബിമാണ് ക്രോവെ, സെറാഫിമാണ് സ്രാപ്പെ, പിന്നെ മാലാഖമാർ. അപ്പൊ ഈ 3 കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കുമ്പം ഇതിൽ ക്രോവേമാർ, അതായത് കെറൂബിംസ് ആണ് ഏറ്റവും സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്കാർ, ഫസ്റ്റ് ഗ്രേഡ്. സെക്കൻഡ് ഗ്രേഡ് ആണ് സെറാഫിം, സ്രാപ്പേമാര്. 3ാമത്തെ ഗ്രേഡാണ് മാലാഖമാര്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഇത് സെയിം കാര്യം തന്നെയാണ്, പ്രോക്സിമിറ്റി. ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ക്രോവേമാരാണ്. കാരണം
ക്രോവേമാരുടെ സിംഹാസനത്തിന്മേൽ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അറിയാം. ക്രോവേമാരാകുന്ന സിംഹാസനത്തിന്മേൽ, അല്ലെങ്കിൽ ക്രോവേന്മാരാകുന്ന ഈ ചാരിയറ്റ് ഉണ്ടല്ലോ, അതായത് രഥത്തിൽ ദൈവം യാത്ര ചെയ്യുന്നു എന്ന് ബൈബിളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ ഈ സിംഹാസനത്തിൽ ഇരിക്കുക, രഥത്തിൽ യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കുന്നത്? ദൈവം ടച്ച് ചെയ്യുവാണ് അല്ലെ. ക്രോവേമാരെ ടച്ച് ചെയ്താൽ മാത്രമേ, അതായത് ഈ സിംഹാസനത്തെയും രഥത്തെയും ഒക്കെ ടച്ച് ചെയ്താലല്ലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്രാപ്പേന്മാരെ കുറിച്ച് പറയുന്നത് അവർ ദൈവത്തിന്റെ മുകളിൽ ചിറകുകൾ വിരിച്ച് സ്രാപ്പേന്മാർ നിന്നിരുന്നു എന്ന് ബൈബിൾ. അപ്പൊ അവർ തൊടുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ മുകളിലുണ്ട്. പ്രോക്സിമിറ്റി, അടുപ്പം. ക്രോവേമാരാണ് ഏറ്റവും മുട്ടി നിൽക്കുന്നത്, അതിനേക്കാൾ കുറച്ചുകൂടെ അകലത്തിനാണ് സ്രാപ്പേന്മാർ നിൽക്കുന്നത്. ഈ മാലാഖമാരെന്ന് പറയുന്ന മൂന്നാമത്തെ ഗ്രൂപ്പാണ്. അവരെയാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. നമ്മൾ ഈ പറയുന്ന നവവൃന്ദം മാലാഖമാർ എന്നൊക്കെ പറയുന്നത് ഈ മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഗബ്രിയേല്, മിഖായേല്, റഫായേൽ എന്നൊക്കെ പറയുന്നവര്. അതിനുശേഷമുള്ള നവഗ്രന്ഥ മാലാഖമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവര് ഈ മൂന്നാമത്തെ ഗ്രൂപ്പ്. കാരണം നമുക്കൊരിക്കലും ക്രോവേമാരെയും സ്രാപ്പേന്മാരെയും കാണാൻ പറ്റത്തില്ല, കാരണം അവർ സ്വർഗത്തിലാണ്. മാലാഖമാർ മാത്രമാണ് ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നത്. അപ്പൊ ഇവർ ഈ ഭൂമിയിലേക്ക് വരുന്ന ആൾക്കാർ മൂന്നാമത്തെ ഗ്രൂപ്പ് ആൾക്കാരാണ്. അപ്പൊ നമ്മൾ കാണുന്നവര്, നമ്മൾ ഈ ബൈബിളിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മാലാഖമാരാണ്. സ്രാപ്പേന്മാരും മറ്റേ ക്രോവേമാരും സ്വർഗത്തിന്റെ ദർശനം ഉണ്ടായപ്പോഴാണ് ഏശയ്യായിക്ക് അത് കാണാൻ പറ്റിയത്. നമ്മൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കാരണം അവരൊരിക്കലും ഭൂമിയിലേക്ക് വരുന്നില്ല, പക്ഷെ ഏശയ്യായിക്ക് സ്വർഗത്തിന്റെ ദർശനം ഉണ്ടായപ്പം സ്വർഗത്തിലെ ആളുകളെ കണ്ടു. അതുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിന്റെ ദർശനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ക്രോവേമാരെയും സ്രാപ്പേന്മാരെയും കാണുന്നുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയതൊക്കെ മാലാഖമാരെയാണ്. അതായത് മാതാവ് കണ്ടതും സക്കറിയ കണ്ടതും, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് തോബിയാസിന്റെ ഒക്കെ കഥ വായിക്കുമ്പോഴൊക്കെ കണ്ടതും ഒക്കെ മാലാഖമാരാണ്. ആ ഒരു വ്യത്യാസം. പ്രോക്സിമിറ്റി ടു ഗോഡ്, ദൈവത്തോടുള്ള അടുപ്പത്തിന് അനുസൃതമായാണ് ഈ ഗ്രഡേഷൻ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഈ ഗ്രഡേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫിൽ മാത്രമല്ല, ദൈവം എല്ലായിടത്തും ഈ ഗ്രഡേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്പിരിച്വൽ ലൈഫിലും ഗ്രഡേഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഇനി അടുത്തത്, ഇനി സ്വർഗത്തിൽ മാത്രമല്ല ഗ്രഡേഷൻ ഉള്ളത്, ഭൂമിയിലും ഗ്രഡേഷൻ ഉണ്ട് അദ്ദേഹം പറയുകയാണ്. സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും ഗ്രഡേഷൻ ഉണ്ട്. അത് മനുഷ്യജീവിതത്തിൽ മാത്രമല്ല, പൊതുവെ ഭൂമിയിലെ സ്വർഗത്തിലെ ഗ്രഡേഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അടുപ്പമാണ്. പ്രോക്സിമിറ്റി ടു ഗോഡ്, ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ, ഏറ്റവും കൂടിയ ആളുകളെന്ന് സ്വർഗത്തിലെ ഗ്രഡേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പം, ഭൂമിയിലെ ഗ്രഡേഷൻ ഇൻ ദ ബേസിസ് ഓഫ് ഡിവൈൻ പ്രോവിഡൻസ്, ദൈവത്തിന്റെ പരിരക്ഷണം, പരിപാലനം, ദൈവപരിപാലന എന്ന് നമ്മൾ പറയും, ഡിവൈൻ പ്രോവിഡൻസ്. ഈ ദൈവപരിപാലന ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർക്കാണോ അവരാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്കാർ. അതായത് രണ്ട് രീതി, അതായത് സ്വർഗത്തിനെ ഈ രണ്ട് കാര്യങ്ങൾ, ഗ്രഡേഷൻ, സ്വർഗത്തിലെ ഗ്രഡേഷൻ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അടുപ്പം. ആരാണ് കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് അവരാണ് കൂടുതൽ. അപ്പം ക്രോവേമാര് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവര് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ഭൂമിയിൽ അങ്ങനെയല്ല. ആരാണോ ഏറ്റവും കൂടുതൽ ദൈവ പരിപാലന അനുഭവിക്കുന്നത് അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദൈവപരിപാലനം അനുഭവിക്കുന്നത്? മനുഷ്യരാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും ദൈവം പരിപാലിക്കുന്നത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതായത് മനുഷ്യന്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല, ദൈവം തീരുമാനിച്ചു മനുഷ്യനെ കൂടുതൽ പരിപാലിക്കാനും ശ്രദ്ധിക്കാനും. ആ ദൈവ തീരുമാനമാണ് മനുഷ്യനെ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവനാക്കി മാറ്റുന്നത്. ഇനി ഈ മനുഷ്യരുടെ ഉള്ളിൽ ദൈവപരിപാലന എന്ന ഒരു വിഷയം കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിപാലിക്കപ്പെടുന്നവൻ എന്ന കാരണം കൊണ്ട് മനുഷ്യൻ ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവനാകുമ്പോൾ ഈ മനുഷ്യരുടെ ഉള്ളിൽ തന്നെ ഒരു ഗ്രഡേഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. മനുഷ്യരുടെ ഉള്ളിൽ തന്നെ ഒരു ഗ്രഡേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇന്നസെൻസിന്റെ ഗ്രേഡ്, ഏറ്റവും ഹയർ ലെവൽ എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം സ്വന്തമാക്കുന്നവരുടെ ഒരു ഗ്രൂപ്പ്, രണ്ട് ഗ്രൂപ്പുകളാണ്. അതായത് ഏറ്റവും കുഞ്ഞുങ്ങളെ പോലെയുള്ള നിഷ്കളങ്കങ്ങളായ ആളുകളുടെ ഒരു ഗ്രൂപ്പ്, ദൈവിക ജ്ഞാനം സ്വന്തമാക്കുന്നത്. അപ്പൊ ദൈവിക ജ്ഞാനം സ്വന്തമാക്കണമെങ്കിൽ ഈ നിഷ്കളങ്കതയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു അപകടമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഇതാണ്, പലരും നിഷ്കളങ്കതയിൽ നിന്ന് പുറത്തേക്ക് വന്നു, പക്ഷെ ദൈവിക ജ്ഞാനത്തിലൊട്ടെത്തിയതുമില്ല. ഈ മിഡിൽ പൊസിഷനിലാണ് ഭൂരിപക്ഷം ആളുകൾ നിൽക്കുന്നത്. പക്ഷെ ഒരു അപകടമായിട്ടാണ് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ അതിനേക്കാൾ നല്ലത് നിങ്ങൾ നിഷ്കളങ്കതയിൽ തന്നെ തുടരുന്നതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനെ ദൈവിക ജ്ഞാനത്തിൽ എത്താൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കയിൽ തന്നെ തുടരുന്നതായിരുന്നു നല്ലത് എന്ന് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ, അതായത് അദ്ദേഹം എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ കണ്ടത്,
അദ്ദേഹം എങ്ങനെയാണ് സ്വർഗത്തിലെ ജീവജാലങ്ങളെ കണ്ടത്, എങ്ങനെയാണ് മനുഷ്യനോടൊപ്പമുള്ള മറ്റു ജീവജാലങ്ങളെ കണ്ടത്, എന്തടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ഈ ലോകത്തിലെ ഏറ്റവും മഹത്വമേറിയ സൃഷ്ടിയായി മാറുന്നത്, ദൈവം ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മനുഷ്യന് ഈ ദൈവം ഏറ്റവും അധികം പരിപാലിക്കുന്ന മനുഷ്യൻ, ദൈവം പക്ഷേ സൃഷ്ടിച്ചപ്പോൾ ശരീരത്തിന് അല്പം എന്നാ പറയുന്നത് ഒരു ഇൻഫീരിയർ നേച്ചറിൽ ശരീരം സൃഷ്ടിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിൽ എത്തിച്ചേരേണ്ടത്? അതാണല്ലോ ആത്മീയ ജീവിതം. അപ്പം ഈ ഒരു ബേസിസിൽ നിന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രഡേഷൻ ഉണ്ടാവുന്നത്. കാരണം മനുഷ്യൻ ജന്മനാ തന്നെ ഇൻഫീരിയർ ആണ്. നമ്മൾ എന്തൊക്കെ അഹങ്കാരം പറഞ്ഞാലും എന്തൊക്കെ കഴിവുകൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യൻ ജനിച്ചത് തന്നെ ഇൻഫിയർ ആയിട്ടാണ്. കാരണം എന്താണ്? അവന്റെ ശരീരം കോമ്പൗണ്ട് നേച്ചറാണ്. കോമ്പൗണ്ട് നേച്ചർ എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധങ്ങളായ, പരസ്പരം മത്സരിക്കുന്ന എലമെന്റ്സിന്റെ ഒരു കൂട്ടമാണ് അവന്റെ ശരീരം. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും അവന്റെ ഈ കഴിവ് കൊണ്ട്, അതായത് അവന്റെ ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന ഈ പ്രത്യേകത കൊണ്ട് അവൻ അങ്ങനെ ഈസി ആയി ഒരു സ്പിരിച്വൽ ലൈഫ് നയിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ, ഏത് രീതിയിലാണ് നമുക്ക് പെർഫെക്ഷൻ, പൂർണ്ണതയിൽ എത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് പൂർണ്ണതയിൽ, ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് പൂർണ്ണതയിൽ എത്താനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ 3 ഗ്രേഡ്സ്, 3 ലെവലുകൾ, ആത്മീയ ജീവിതത്തിന്റെ 3 ഗ്രേഡുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു. നമുക്ക് അദ്ദേഹം പറയുന്ന 3 ലെവലുകളെ കുറിച്ച് ഷോർട്ടായിട്ട് ഞാൻ അതിന്റെ ഒരു ജിസ്റ്റ്, അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തത്, അതായത് ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ 3 ലെവലുകളുണ്ട്. എന്നിട്ടാണ് ഈ യാത്രയെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ലെവലുകളെ കുറിച്ച് പറയും. ആ ലെവലുകൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തത് ശരീരത്തിന്റെ ലെവൽ, ശരീരത്തിന്റെ അവസ്ഥ. നമ്മൾ ശരീരത്തിന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ അതിനെ അദ്ദേഹം 3 ആയിട്ട് തിരിക്കുകയാണ്. ശരീരത്തിന്റെ അവസ്ഥയെ അദ്ദേഹം 3 ആയിട്ട് തിരിക്കുകയാണ്. അതിലൊന്നാമത്തേത് മൃഗതുല്യമായ അവസ്ഥ. അതായത് ഒരാള് ശരീരത്തിന്റെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ അയാൾക്ക് 3 രീതിയിലാവാം. അതിലൊന്ന് മൃഗതുല്യമായ അവസ്ഥ. മൃഗതുല്യമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ അപ്പിയറൻസസിനെ മാത്രം ശ്രദ്ധിക്കുന്നത്, അത് ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അറിയാം. ഇത് എന്നാ പറയുന്നത്, എപ്പോഴും ഒരേ ലെവലിലായിരിക്കണമെന്നില്ല, വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ചില സ്വഭാവ സവിശേഷതകൾ നമ്മളെ ഏത് ലെവലിൽ പെടുത്തുന്നു എന്ന് നമുക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്താൽ മനസ്സിലാകും. ഒന്നാമത്തത് മൃഗങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ മൃഗതുല്യമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ അപ്പിയറൻസ്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, മറ്റുള്ളവര് എന്നെ കുറിച്ച് മോശം പറയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു മൃഗതുല്യമായ അവസ്ഥയാണെന്നാണ്. എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രം. ഉള്ളിൽ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ മറ്റുള്ളവരോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ എക്സ്റ്റേണലി വളരെ ഇതായിട്ട്, അതാണ് മൃഗതുല്യമായ അവസ്ഥ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഈ ശരീരത്തിന്റെ ലെവലിൽ അദ്ദേഹം ശരീരത്തിന്റെ വഴി എന്നൊരു, അതായത് ശരീരത്തിന്റെ ലെവലിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് മൃഗതുല്യമായ വഴി, രണ്ടാമത്തത് ശരീരത്തിന്റെ വഴി, മൂന്നാമത്തേത് സാത്താന്റെ വഴി. അതായത് ശരീരത്തിന്റെ ലെവലിൽ നിൽക്കുന്നവർക്ക് ഈ 3 രീതിയിലാവാം. ഒന്ന് മൃഗതുല്യമായ വഴി, 2 ശരീരത്തിന്റെ വഴി, മൂന്നാമത്തേത് സാത്താന്റെ വഴി. ഇനി ശരീരത്തിന് ഒന്നാമത്തേത് മൃഗതുല്യമായ വഴി എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണൽ അപ്പിയറൻസ്, ബാഹ്യമായ കാര്യങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ മൃഗതുല്യമായ വഴിയിലാണ് ജീവിക്കുന്നത്. ഇനി എന്താണ് ശരീരത്തിന്റെ വഴി? ശരീരത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ തിന്മ വിചാരിക്കുന്നു പക്ഷെ തിന്മ ചെയ്യുന്നില്ല, അതാണ് ശരീരത്തിന്റെ വഴി. തിന്മ വിചാരിക്കുന്നു പക്ഷെ തിന്മ ചെയ്യുന്നില്ല. നമുക്ക് മറ്റൊരാളോട് ഒരു ദേഷ്യം തോന്നുന്നു, അയാൾക്കിട്ട് 2 ഇടി കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നു, പക്ഷെ നമ്മൾ ഇടിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ ശരീരത്തിന്റെ വഴിയായിട്ടാണ് അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. തിന്മ വിചാരിക്കുന്നു പക്ഷെ തിന്മ ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തേത് സാത്താന്റെ വഴി, അതാണ് ഏറ്റവും മോശമായ വഴി എന്നാണ് യോഹന്നാൻ പറയുന്നത്. അത് ഇങ്ങനെയാണ്: തിന്മ വിചാരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഞാൻ തിന്മ വിചാരിക്കുന്നുണ്ട്, തിന്മ ഞാൻ ചെയ്യുക. ഒരാളെ ഉപദ്രവിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു, അയാളെ ഉപദ്രവിക്കുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങളൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അത് സാത്താന്റെ വഴിയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പം അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ 3 ലെവലുകൾ അവതരിപ്പിക്കുകയാണ്. നമ്മൾ 3 ലെവലുകളിൽ നമുക്കാവാം. ഒന്നുകിൽ നമുക്ക് ശരീരത്തിന്റെ ലെവലിലാവാം, അല്ലെങ്കിൽ ആത്മാവിന്റെ ലെവലിലാവാം, അല്ലെങ്കിൽ അരൂപിയുടെ സ്പിരിറ്റിന്റെ ലെവലിലാകാം. ഇനി ശരീരത്തിന്റെ ലെവലിലാകുന്ന ആളുകൾ 3 രീതിയിലുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. ഒന്ന്
മൃഗങ്ങളുടെ വഴി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അപ്പിയറൻസ്, പുറമേ കാണുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളെയാണ് അങ്ങനെ പറയുന്നത്. ഇനി രണ്ടാമത്തേത് ശരീരത്തിന്റെ വഴി എന്ന് പറയുന്നത് തിന്മ വിചാരിക്കുന്നു പക്ഷെ തിന്മ ചെയ്യുന്നില്ല. അതായത് മനസ്സിനുള്ളിൽ ഞാൻ തിന്മ ചെയ്യുന്നു പക്ഷേ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസിൽ തിന്മ ചെയ്യുന്നില്ല. മൂന്നാമത്തേത് സാത്താന്റെ വഴി എന്ന് പറയുന്നത് തിന്മ വിചാരിക്കുകയും ചെയ്യുന്നു, തിന്മ ചെയ്യുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നവരെയാണ്. അപ്പൊ അത് വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ പ്രശ്നം ഉണ്ടാകുന്നു. അതായത് ഈ ശരീരത്തിന്റെ വഴിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഞാൻ തിന്മ വിചാരിക്കുന്നു പക്ഷെ തിന്മ ചെയ്യുന്നില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ഒരാൾക്കെതിരെ ദുഷ്ടത വിചാരിക്കുന്നു, പക്ഷെ ഞാൻ ദുഷ്ടത ചെയ്യാത്തിടത്തോളം കാലം അയാൾക്ക് ഫിസിക്കലി പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ സാത്താന്റെ വഴിയുടെ പ്രത്യേകത, ഞാൻ തിന്മ വിചാരിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ലോകത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാകാനായിട്ട് അത് കാരണമാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അടുത്തത് ഇനി നമ്മൾ ലെവൽ ഓഫ് സോൾ, അതായത് ആത്മാവിന്റെ ലെവൽ എന്ന് പറയുന്നത് ദോസ് ഹു നെവർ തിങ്ക് നോർ ഡു ഈവിൾ, അതായത് തിന്മ വിചാരിക്കുകയോ തിന്മ ചെയ്യുകയോ ചെയ്യാത്ത ആളുകളെയാണ് ആത്മാവിന്റെ ലെവലിലുള്ള. അതായത് നമ്മൾ ഒരിക്കലും തിന്മ വിചാരിക്കുന്നില്ല, ഒരിക്കലും തിന്മ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ലെവൽ ഓഫ് സോളിലാണ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ എപ്പോഴാണോ തിന്മ വിചാരിക്കുകയോ തിന്മ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത്, അപ്പം നമ്മുടെ ഈ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക് വളർന്നു എന്നാണ് അർത്ഥം. അതായത് ഞാൻ തിന്മ വിചാരിക്കുകയും തിന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ ഏറ്റവും ലോവർ ലെവലിലാണ്, സാത്താന്റെ ലെവലിലാണ്. ഇനി തിന്മ വിചാരിക്കുന്നു പക്ഷെ തിന്മ ചെയ്യുന്നില്ല, ഞാനപ്പം ശരീരത്തിന്റെ ലെവലിലാണ്. ഞാൻ എൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ഒരു കുട്ടപ്പനായിട്ട് ആൾക്കാരുടെ മുമ്പിൽ നടക്കുന്നു, ഞാൻ മൃഗങ്ങളുടെ ലെവലിലാണ്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇനി മുതൽ തിന്മ വിചാരിക്കുകയോ തിന്മ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന ലെവലിൽ എത്താൻ സാധിക്കുമ്പോൾ ഞാൻ ആത്മാവിന്റെ ലെവലിലാണ്. അതിലും മുകളിലാണ് അരൂപിയുടെ ലെവൽ എന്ന് പറയുന്നത് നൈദർ ഗുഡ് നോർ ഈവിൾ, അതായത് തിന്മയോ നന്മയോ ചെയ്യാത്ത അവസ്ഥ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് തിന്മയോ നന്മയോ ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ഒന്ന് വെച്ചാൽ ഒന്നും വെറുതെ ഇരിക്കുന്ന അവസ്ഥ എന്ന് വേണേൽ നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് നന്മയോ തിന്മയോ, അതായത് അതിന് മുകളിലുള്ള ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അത് മനുഷ്യന്റെ ഉത്ഥാനത്തിന് ശേഷം, നമ്മൾ ഈ ലോകത്തിൽ ജീവിതത്തിന് ശേഷം ഉത്ഥാനത്തിന് ശേഷം നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് ഇവിടുന്ന് അതിൻ്റെ ആദ്യ പടി നമ്മൾ ചവിട്ടണം. പക്ഷേ ഈ ലെവൽ ഓഫ് സ്പിരിറ്റിന്റെ പൂർണ്ണത, അതായത് അരൂപിയുടെ ലെവലിന്റെ ഏറ്റവും പൂർണ്ണത, പെർഫെക്ഷനിൽ നമ്മൾ എത്തുന്നത് ഉത്ഥാനത്തിന് ശേഷമാണ്. ഉത്ഥാനത്തിന് ശേഷം പിന്നെ നമുക്ക് നന്മയും തിന്മയും ഒന്നും ചെയ്യാതെ ദ കോണ്ടംപ്ലേറ്റിംഗ് ഗോഡ്, ദൈവത്തെ ധ്യാനിച്ച് മാത്രം ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ലെവൽ ഓഫ് സ്പിരിറ്റ്. അതിനെ വേ ഓഫ് ലൈഫ് ഓഫ് ദി ന്യൂ പേഴ്സൺ, പുതിയ മനുഷ്യന്റെ ജീവിതശൈലിയാണ്. ഈ പുതിയ മനുഷ്യനാകുന്ന എപ്പോഴാണ്? ഉത്ഥാനത്തിന് ശേഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈശോ എന്ന ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ ഈ ലോകത്തിൽ വെച്ച് ഈ ലെവൽ ഓഫ് സ്പിരിറ്റിൽ എത്താൻ സാധിക്കും. ഈശോയ്ക്ക് നന്മയോ തിന്മയോ ചെയ്യണോ അങ്ങനെ അതൊന്നും അതിനപ്പുറത്തേക്ക് ഈശോ വളർന്നു. അത് ഈശോയ്ക്ക് മാത്രമേ ഈ ലോകത്തിൽ സാധിച്ചുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യർക്കൊന്നും പൂർണ്ണമായി ഈ ലെവൽ ഓഫ് സ്പിരിറ്റിൽ എത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഈ 3 ലെവലുകൾ എന്ന് പറയുന്നത് എന്നാ പറയുന്നത്, നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം ഇത്, രണ്ടാമത് ഇത്, മൂന്നാമത് അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിലുള്ള സാധ്യതകളായി മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള സാധ്യതകളാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ വിശുദ്ധ യോഹന്നാന്റെ വീക്ഷണത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഇവാലുവേഷന്റെ ഭാഗമായിട്ട് ഇത് മാറണം. അതായത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ആനിമലിന്റെ ലെവലിലാണോ, അതോ ശരീരത്തിന്റെ ലെവലിലാണോ, അതോ സാത്താന്റെ ലെവലിലാണോ, അതോ സോളിന്റെ ആത്മാവിന്റെ ലെവലിലാണോ. ഈ അരൂപിയുടെ ലെവലിൽ നമുക്ക് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ മരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അതായത് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നസെൻസ്, അതായത് ഏറ്റവും താഴെയുള്ള ലെവലിൽ നിന്ന് പൂർണ്ണമായ അറിവിന്റെ ലെവലിലേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്രയിലാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ ഇവിടെയും അദ്ദേഹം പറയാണ്, ചിലരൊക്കെ ഈ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി പക്ഷേ ആത്മാവിന്റെ ലെവലിലോട്ട് എത്തിയിട്ടുമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് പലരും എന്ന രീതിയിൽ, അതായത് ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. പലരും ഈ മൃഗങ്ങളുടെ ലെവലിൽ ജീവിക്കുന്ന ആളുകളും സാത്താന്റെ ലെവലിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പോഴും സംഭവിക്കാവുന്ന ഒരു അപകടം ഇതാണ്, നമ്മൾ ഈ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് വളർന്നു
പക്ഷെ എന്നാൽ ആത്മാ ലെവലിലോട്ട് എത്തിയുമില്ല. ആ ഒരു ഇടവഴിയിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി ഈ 3 ലെവലുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ യാത്ര, 3 ഗ്രേഡ്സ് ഓഫ് ഡെവലപ്മെന്റ്, എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ വളരുന്ന ഈ 3 ഗ്രേഡ്സിനെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഒന്നാമത്തത് ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്കുള്ള യാത്ര. അതാണ് ഒന്നാമത്തെ യാത്ര. നമ്മൾ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ശരീരത്തിന്റെ ലെവൽ എന്താണെന്ന് നമ്മൾ കണ്ടു, ആത്മാവിന്റെ ലെവൽ എന്താണെന്ന് കണ്ടു. ശരീരത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ നമ്മൾ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തിന്മ വിചാരിക്കുന്നു പക്ഷെ തിന്മ ചെയ്യുന്നില്ല. മൂന്നാമത്തേത് തിന്മ വിചാരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നിന്ന് തിന്മ വിചാരിക്കുകയോ ചെയ്യുകയോ ചെയ്യാത്ത അവസ്ഥയിലേക്കുള്ള യാത്രയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എ ജേർണി ഫ്രം ദി ലെവൽ ഓഫ് ബോഡി ടു ദ ലെവൽ ഓഫ് സോൾ. അത് എങ്ങനെ സാധിക്കും? എങ്ങനെയാണ് നമുക്ക് ഈ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാ ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്? അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഡിറ്റാച്ച്മെന്റ്. അതാണ് ആ ഡിറ്റാച്ച്മെന്റ്. നമ്മൾ നമ്മൾ മറ്റുള്ളവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു, പക്ഷെ വിപ്രതിപത്തി നമ്മൾ പറയുമല്ലോ, അതിനാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡിറ്റാച്ച്മെന്റിലൂടെയാണ് ഒരാൾക്ക്, അല്ലെങ്കിൽ വിപ്രതിപത്തി, കാര്യങ്ങളോടും വസ്തുക്കളോടും ഒക്കെയുള്ള ഒരു അകൽച്ചയിലൂടെയാണ് ഈ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൗതികമായ സാധനങ്ങളെ കുറിച്ചാണ്, അല്ലേ? നമുക്ക് നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒരു ഭൗതികമായ കാര്യങ്ങളോടുള്ള ഈ ആർത്തി ഒന്ന് കുറച്ചേക്കാം. അതായത് പണത്തോടുള്ള ആർത്തി, അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങളോട് ആർത്തിയുള്ളവരുണ്ട്. ചിലരൊക്കെ മൊബൈൽ ഫോൺസിനോട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനോട് ആർത്തിയുള്ളവരുണ്ട്. അപ്പൊ ഈ നോയിമ്പൊക്കെ വരും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആർത്തികളൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കും. അതൊരു ഡിറ്റാച്ച്മെന്റ് ആണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഡിറ്റാച്ച്മെന്റ് അതാണ്. പക്ഷേ അപ്പമയിലെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഡിറ്റാച്ച്മെന്റ് 2 തരം ഉണ്ടെന്നാണ്. ഈ 2 തരം ഡിറ്റാച്ച്മെന്റും പൂർണ്ണമാകുമ്പോഴാണ് നമ്മൾ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക്. ആ 2 തരം ഡിറ്റാച്ച്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഡിറ്റാച്ച്മെന്റ് ഫ്രം പൊസഷൻസ് ആൻഡ് പാഷൻസ്. 2 പീസ് ആണ്, 2 പി, പൊസഷൻസ് ആൻഡ് പാഷൻസ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സാധനങ്ങൾ, നമുക്കറിയാം, നമുക്കുള്ള സാധനങ്ങളോടുള്ള ഡിറ്റാച്ച്മെന്റ്. നമുക്ക് ഈ സാധനങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണല്ലോ ഈ ബാഹ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും, അല്ലെങ്കിൽ നമ്മൾക്ക് തിന്മ വിചാരിക്കാൻ തന്നെയുള്ള കാരണം എന്തെങ്കിലുമൊക്കെ ആകർഷണങ്ങൾ, എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കിട്ടാതെ വരുമ്പോഴോ, നമ്മൾ ഉദ്ദേശിക്കുന്ന വിജയം മറ്റാരെങ്കിലും സ്വന്തമാക്കുകയോ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. അപ്പൊ ഈ ഡിറ്റാച്ച്മെന്റ്, ഈ സാധനങ്ങളോട് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും, പൊസഷൻസിനോട് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പാഷൻസ്, നമ്മുടെ വികാരങ്ങളോട് നമുക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വികാരങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. സാധനങ്ങളിൽ കുടുങ്ങുന്നത് പോലെ തന്നെയാണ് വികാരങ്ങളിലും കുടുങ്ങിപ്പോകുന്നത്, അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പമയിലെ വിശുദ്ധ യോഹന്നാന്റെ അഭിപ്രായം. അതുകൊണ്ട് നമ്മുടെ ഡിറ്റാച്ച്മെന്റുകൾ 2 തരം. ഈ 2 ഡിറ്റാച്ച്മെന്റുകളാണ് നമ്മളെ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക്, അതൊരു യാത്രയാണ്. ഈ 3 ഗ്രേഡിലൂടെയുള്ള യാത്രയാണ് അദ്ദേഹം സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന്. ഒന്നാമത്തെ യാത്ര എന്ന് പറയുന്നത് ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്കുള്ള യാത്രയാണ്. ഈ ആത്മാവിന്റെ ലെവലിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് ആണ്. അതായത് വിപ്രതിപത്തി, അകൽച്ച. 2 കാര്യങ്ങളോടാണ്, നമുക്ക് സ്വന്തമായി ഉള്ളതിനോടും നമ്മുടെ വികാരങ്ങളോടും പൊസഷൻസിനോടും പാഷൻസിനോടും ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ യാത്രയിൽ വിജയിക്കുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. സ്റ്റിൽനെസ്, ഒരു ശാന്തത ഉണ്ടാവണം, സ്റ്റിൽനെസ് ഉണ്ടാവണം. ഈ ശാന്തതയാണ് നമ്മളെ ഈ ഡിറ്റാച്ച്മെന്റിലേക്ക് നയിക്കുന്നത്. നമ്മൾ ഈ എന്താ പറയുന്നത്, ബഹളങ്ങൾ, അസ്വസ്ഥതകളുടെയൊക്കെ നടുവിൽ നിൽക്കുമ്പം ഡിറ്റാച്ച്മെന്റ് എളുപ്പമല്ല എന്ന് യോഹന്നാൻ പറയണം. അദ്ദേഹം ജോൺ ദ സോളിറ്ററിയാണ്, അദ്ദേഹം ഏകാന്തവാസിയായ യോഹന്നാനായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ ഗ്രീക്ക് സഭയിൽ ഈ മരുഭൂമി പിതാക്കന്മാരൊക്കെ ഉണ്ട്. വിശുദ്ധ ആന്റണി, മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ് ഈ മരുഭൂമി പിതാക്കന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. അതൊക്കെ ഈജിപ്തിൽ ഉള്ള മരുഭൂമിയിലുള്ള മരുഭൂമി പിതാക്കന്മാരാണ്. അത് ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉള്ള, അല്ലെങ്കിൽ ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ ഇടയിൽ ഉയർന്നു വന്ന ഒരു രീതിയാണ്. ആ ഇൻഫ്ലുവൻസ് ഉണ്ടായ ആളാണ് അപ്പമയിലെ വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹവും ഒരു ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഒരാളാണ്.
സോളിറ്റ്യൂഡ് ജീവിച്ചിരുന്ന ആളാണ്. അവിടെയാണ് സ്റ്റിൽനെസ് ഉണ്ടാകുന്നത്. അപ്പം ഈ ശാന്തതയാണ് നമ്മുടെ വികാരങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അദ്ദേഹം പറയാണ്. അപ്പം നമ്മൾക്ക് പലപ്പോഴും ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ശാന്തത ഇല്ലാതായി പോകുന്നു, സ്റ്റിൽനെസ് ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ് നമ്മൾ പല അറ്റാച്ച്മെന്റുകളിലും വീഴുന്നത് എന്നത്. നമുക്ക് പലപ്പോഴും ശാന്തത അല്ലെങ്കിൽ സൈലൻസിനെ ഭയമാണ്. നമ്മളെപ്പോഴും ബഹളങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ സൈലൻസിലാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയ സംഘടനകൾ നടക്കുന്നുണ്ട്. അത് ശരിക്കുമുള്ള സ്റ്റിൽനെസ് അല്ല. ശരിക്കുമുള്ള ശാന്തത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ നദികളിലൊക്കെ കാണുന്ന പോലെ ഓളം ഒന്നും ഇല്ലാതെ, അത് മുകളിലും താഴെയും എല്ലാം ഒരുപോലെ ശാന്തതയാണ്. ആ ഒരു ശാന്തതയാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം പറയാം. അതാണ് ഒന്നാമത്തെ ലെവൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, ദൈവമല്ല നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം. നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇറ്റ് ഈസ് വി അവേഴ്സെൽസ് ഹൂ പ്ലേസ് ഒബ്സ്റ്റക്കിൾസ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ സ്പിരിച്വൽ ഡെവലപ്മെന്റ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഒബ്സ്റ്റക്കിൾസ്, തടസ്സം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ പൊസഷൻസിനോടും പാഷൻസിനോടും കാണിക്കുന്ന അറ്റാച്ച്മെന്റ് ആണ് ഈ ശരീരത്തിന്റെ ലെവലിൽ തന്നെ നമ്മളെ കുരുക്കിയിടുന്നത്. ഈ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്കുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ പൊസഷൻസ് ആൻഡ് ദ പാഷൻസ്. നമ്മുടെ കയ്യിലുള്ള, നമ്മളോടൊപ്പമുള്ള സാധനങ്ങളോടും നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളോടും നമുക്ക് ഈ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ വളർച്ച ഉണ്ടാകുന്നത് അദ്ദേഹം പറയുകയാണ്. ഇനി നമുക്ക് അതുകൊണ്ട് എങ്ങനെയാണ് ഈ സ്റ്റിൽനെസ്, നമ്മളോട് സ്റ്റിൽനെസ് വേണം. അപ്പൊ സ്റ്റിൽനെസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഹോപ്പാണ്. അതായത് വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് പ്രത്യാശ ഉള്ളപ്പോഴാണ് നമുക്ക് ശാന്തത ഉണ്ടാകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒത്തിരി അസ്വസ്ഥരാകുന്നത് നമ്മുടെ പല കാഴ്ചപ്പാടുകളും ഈ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആകുമ്പോഴാണ് നമുക്ക് ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. എൻ്റെ കയ്യിലുള്ള ഒരു സാധനം നഷ്ടപ്പെടുമോ എന്നുള്ള അസ്വസ്ഥത നമുക്ക് തോന്നുന്നത്, ഇനി ആ സാധനം എനിക്ക് കിട്ടാതെ മറ്റവൻ കൊണ്ടുപോകുമോ എന്നുള്ള അസ്വസ്ഥതയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഈ ലോകത്തിൽ നമ്മൾ കൂടുതൽ കുരുങ്ങിക്കിടക്കുമ്പോഴാണ്. പക്ഷേ അപ്പമയിലെ വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഹോപ്പ്, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉള്ളപ്പം നമുക്ക് ഇതിനെയെല്ലാം പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ഫ്രം ദി ലെവൽ ഓഫ് സോൾ ടു ദി ലെവൽ ഓഫ് സ്പിരിറ്റ്. ആദ്യത്തെ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ലെവലിൽ നിന്നും ആത്മാവിന്റെ ലെവലിലേക്കുള്ള യാത്രയായിരുന്നു ഒന്നാമത്തെ ഗ്രേഡ്. രണ്ടാമത്തെ ഗ്രേഡ് ഓഫ് സ്പിരിച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ ലെവലിൽ നിന്നും അരൂപിയുടെ ലെവലിലേക്കുള്ള യാത്രയാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നടക്കേണ്ട കാര്യമാണ്. അരൂപിയുടെ ലെവലിൽ പൂർണ്ണതയിൽ എത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ, അതായത് നമ്മുടെ വരാനിരിക്കുന്ന ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. പക്ഷെ ഈ ലോകത്തിൽ വെച്ച് നടക്കേണ്ടതാണ് ഈ രണ്ടാമത്തെ യാത്രയും. അതായത് ആത്മാവിന്റെ ലെവലിൽ നിന്ന് അരൂപിയുടെ ലെവലിലേക്കുള്ള യാത്രയും ഈ ലോകത്തിൽ വെച്ച് നടക്കേണ്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന 2 വാക്കുകളുണ്ട്, പ്യൂരിറ്റിയും ലിംബിഡിറ്റിയും. 2 സുറിയാനി വാക്കുകളാണ്. അതായത് ദഗിയൂസ എന്നും ഷബിയൂസ എന്നും പറയും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ദഗിയൂസ, ഷബിയൂസ. ദഗിയൂസ എന്ന വാക്കിന്റെ അർത്ഥം പ്യൂരിറ്റി, ശുദ്ധത എന്നാണ്. ദഗിയൂസ എന്ന വാക്കിനെ നമ്മൾ ആധുനിക ട്രാൻസ്ലേറ്റേഴ്സ്, അതായത് ഇത് സുറിയാനിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, തർജിമ ചെയ്തപ്പോൾ അവരുപയോഗിച്ച വാക്ക് പ്യൂരിറ്റി എന്നാണ്. പല ഭാഷകളിലും ഈ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദഗിയൂസ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശുദ്ധത എന്നാണ് അർത്ഥം. ഷബിയൂസ എന്ന് പറഞ്ഞാൽ സെറനിറ്റി അല്ലെങ്കിൽ ലിംബിഡിറ്റി എന്നാണ് അർത്ഥം. അതായത് നിർമ്മലത, നൈർമല്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. 2 വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നതാണ്. അപ്പമേലെ വിശുദ്ധ യോഹന്നാൻ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് ശുദ്ധതയും നൈർമല്യവും. പക്ഷെ ഇത് രണ്ടും 2 അർത്ഥത്തിലാണ് അത്. എന്താണ് ശുദ്ധത? ശുദ്ധത എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ഓഫ് സോൾ, അതായത് ആത്മാവിന്റെ ലെവലിൽ എത്തുന്ന ആൾക്കുള്ള അവസ്ഥയാണ് ശുദ്ധത. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമതെ നമ്മൾ ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക് യാത്ര ചെയ്യുന്നു. രണ്ടാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് ആത്മാവിന്റെ ലെവലിൽ നിന്ന് അരൂപിയുടെ ലെവലിലേക്ക് യാത്ര ചെയ്യുന്നു. മൂന്നാമത്തെ ഗ്രേഡ് എന്ന് പറയുന്ന അരൂപിയുടെ ലെവലിൽ ജീവിക്കുന്നു. അതാണ് മൂന്നാമത്തെ ഗ്രേഡ്. അത് പക്ഷേ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ ലോക ജീവിതത്തിന് ശേഷം, നമ്മൾ മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ അരൂപിയുടെ ലെവലിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അത് പിന്നീടാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം മാത്രമേ ഇവിടെ നമ്മൾ നടത്തുന്നുള്ളൂ. ആദ്യത്തെ 2 യാത്രകളാണ് നമ്മൾ ഈ ലോകത്തിൽ വെച്ച് നടത്തുന്നത്. ഒന്നാമത്തെ യാത്ര ശരീരത്തിന്റെ ലെവലിൽ നിന്ന് ആത്മാവിന്റെ ലെവലിലേക്ക്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് നടക്കുന്നത് നമ്മുടെ ഡിറ്റാച്ച്മെന്റിലൂടെയാണ്. അതായത് നമ്മുടെ പൊസഷൻസിൽ നിന്നും നമ്മുടെ പാഷൻസിൽ നിന്നുമുള്ള, നമ്മൾ സ്വന്തമായിട്ടുള്ള സാധനങ്ങളിൽ നിന്നും നമ്മുടെ വികാരങ്ങളിൽ നിന്നുമുള്ള ഡിറ്റാച്ച്മെന്റിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ
ആത്മാവിന്റെ ലെവലിലെത്തുന്നു. ഈ ആത്മാവിന്റെ ലെവലിൽ നിന്ന് അരൂപിയുടെ ലെവലിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അദ്ദേഹം 2 വാക്കുകൾ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ദഗിയൂസായും മറ്റൊന്ന് ഷബിയൂസായും. അതായത് പ്യൂരിറ്റിയും ലിംബിഡിറ്റിയും, അല്ലെങ്കിൽ ശുദ്ധതയും നൈർമല്യവും. ഈ ശുദ്ധതയിൽ നിന്ന് നൈർമല്യത്തിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ നൈർമല്യത്തിനും മുകളിലേക്കുള്ള യാത്ര, പ്യൂരിറ്റിയിൽ നിന്ന് ലിംബിഡിറ്റിക്കും മുകളിലേക്കുള്ള യാത്ര, ദഗിയൂസായിൽ നിന്നും ഷബിയൂസായുടെയും മുകളിലേക്കുള്ള യാത്ര എന്നാണ് അദ്ദേഹം ഈ ആത്മാവിന്റെ ലെവലിൽ നിന്ന് അരൂപിയുടെ ലെവലിലേക്ക്, ലെവൽ ഓഫ് സോളിൽ നിന്ന് ലെവൽ ഓഫ് സ്പിരിറ്റിലേക്കുള്ള രണ്ടാമത്തെ ഗ്രേഡിനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ദഗിയൂസായും ഷബിയൂസായും, അല്ലെങ്കിൽ പ്യൂരിറ്റിയും ലിംബിഡിറ്റിയും, അല്ലെങ്കിൽ ശുദ്ധതയും നൈർമല്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ശുദ്ധത എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാഹ്യമായ വിശുദ്ധിയാണ്. അതായത് ബാഹ്യമായ വിശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ഒരു ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് എലമെന്റ് ഉണ്ട് ഡിറ്റാച്ച്മെന്റ്, അതല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ. അതായത് മോശമായ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഡിറ്റാച്ച്മെന്റ് എന്നതിനൊരു നെഗറ്റീവ്, അതിലൂടെ നമ്മൾ പോസിറ്റീവായിട്ട് വളരുവാണെന്നുള്ളത് ശരിയാണ്. കാരണം പൊസഷൻസും പാഷൻസും വേണ്ടെന്ന് വെക്കുന്നതിലൂടെ നമ്മൾ മറ്റൊരു ലെവലിലേക്ക്, അതായത് തിന്മ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വളരുകയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഡിറ്റാച്ച്മെന്റ് എന്ന അവസ്ഥയ്ക്കൊരു നെഗറ്റിവിറ്റി ഉണ്ട്. അതായത് എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ വേണ്ടെന്ന് വെച്ചുണ്ടാക്കുന്നതാണ് ശുദ്ധത. അതായത് നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധമായതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ശുദ്ധത. പക്ഷെ നൈർമല്യം എന്ന് പറയുന്നത് പോസിറ്റീവായ, അതായത് ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ വളരുകയാണ്. അതായത് ശുദ്ധത എന്ന് പറയുന്നത് ആദ്യ ലെവലാണ്. അതായത് നെഗറ്റിവിറ്റി എല്ലാം ഇല്ലാതെയാക്കുന്നതാണ് ശുദ്ധതയെങ്കിൽ, സെറനിറ്റി അല്ലെങ്കിൽ നൈർമല്യം, ലിംബിഡിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ പോസിറ്റീവ് എലമെന്റ്സ് സ്വീകരിക്കുന്നതാണ്. അതായത് നെഗറ്റിവിറ്റി ഇല്ലാതാക്കുന്നത് കൊണ്ട് മാത്രമായില്ല, കുറച്ചുകൂടെ ദൈവിക ജ്ഞാനവും ദൈവിക ജീവനും ഒക്കെ നമ്മൾ സ്വന്തമാക്കുമ്പം നമ്മൾ ആത്മീയമായി ഒരു ലെവൽ കൂടെ വളരുകയാണ്. അതാണ് നമ്മുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ടു, എന്താണ് ലെവൽ ഓഫ് സ്പിരിറ്റ്? നന്മയും ചെയ്യുന്നില്ല, തിന്മയും ചെയ്യുന്നില്ല. കാരണം നന്മ, തിന്മ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയെ നമുക്ക് അവിടെ ഇല്ല. അതാണ് സെറനിറ്റിക്ക് മുകളിലേക്ക് എത്തുക, നൈർമല്യത്തിന് മുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതാണ്. പിന്നീട് അവിടെ ഈ ശുദ്ധതയ്ക്ക് എപ്പോഴും ഒരു കൺസേൺ ഉണ്ട്, ശരിയല്ലേ? പ്യൂരിറ്റിക്ക്. ഇനി വീണ്ടും ഈ തെറ്റായ കാര്യം എൻ്റെ ജീവിതത്തിൽ വരുമോ, അല്ലെ? നമ്മൾ ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ അതാണല്ലോ. ഞാൻ എൻ്റെ പാഷൻസിൽ നിന്നും പൊസഷൻസിൽ നിന്നും ഒക്കെ ഡിറ്റാച്ച്മെന്റ് ആയി എന്ന് പറയുമ്പോഴും സ്റ്റിൽ ദർ ഈസ് എ ഡേഞ്ചർ. ഏത് നിമിഷവും ഞാൻ വേണ്ടെന്ന് വെച്ചാൽ ഈ പൊസഷൻസും ഈ പാഷൻസും വീണ്ടും എന്നിലേക്ക് വരുമോ എന്നൊരു ഡേഞ്ചർ ഉണ്ട്. അതാണ് പ്യൂരിറ്റി. അതാണ് ദഗിയൂസ എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് ദഗിയൂസയിൽ എത്തുമ്പോഴും ആ ഡേഞ്ചർ അവിടെയുണ്ട്. അതൊരു നെഗറ്റീവ് വിഷനാണ്. അതായത് മോശമായതൊക്കെ വേണ്ടെന്ന് വെക്കുക എന്നുള്ള നെഗറ്റീവ് വിഷൻ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധം ഞാൻ ദൈവത്തോട് അടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ നൈർമല്യം എന്ന്. അത് 2 വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നീട് മോഡേൺ ദൈവശാസ്ത്രജ്ഞർ, പുതിയ ദൈവശാസ്ത്രജ്ഞന്മാരാണ് ഇതിന് ഇങ്ങനത്തെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ തരുന്നത്. അതായത് പ്യൂരിറ്റി, ശുദ്ധത എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നെഗറ്റീവ് എലമെന്റ് ഉണ്ട്. പക്ഷേ നൈർമല്യം എന്ന് പറയുന്നത് പിന്നെ അവിടെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തയേ ഇല്ല. അതുകൊണ്ടാണല്ലോ ലെവൽ ഓഫ് സ്പിരിറ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നന്മയോ തിന്മയോ ചെയ്യാത്തവരായി വന്നു ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനും അപ്പുറത്തേക്ക് നമ്മൾ വളരുകയാണ്. വി വിൽ ബി ഇൻ ദ കോണ്ടംപ്ലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ധ്യാനിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ ബുക്ക് ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു സിറിയക് ടെസ്റ്റ് ഉണ്ട്, ശ്രേണികളുടെ പുസ്തകം എന്ന് പറയും. അവിടെ ഈ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റിനെ അവതരിപ്പിക്കുന്ന മറ്റൊരു പുസ്തകമാണ്. അവിടെ 2 തരം ജീവിതശൈലിയെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് പൂർണ്ണതയും മറ്റൊന്ന് അപ്രൈറ്റ്നെസ്, അതായത് നീതിപൂർവമായ ജീവിതവും. അപ്പൊ ഈ പൂർണ്ണത എന്ന് പറയുന്നതാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് അവന് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണ്. ദൈവം ഉദ്ദേശിച്ചത് പൂർണ്ണതയാണ്. അപ്പൊ പൂർണ്ണതയുടെയും ഈ ഭൂമിയിലെ ജീവിതത്തിന്റെയും പ്രതിനിധികളായിട്ട് ഈ ബുക്ക് ഓഫ് സ്റ്റെപ്സ് അവതരിപ്പിക്കുന്ന ആരൊക്കെയാന്നുള്ളത് വളരെ അത്ഭുതമാണ്. അതായത് പൂർണ്ണതയുടെ പ്രതിനിധി എന്ന് പറയുന്നത് ലാസറിന്റെ പെങ്ങൾ മറിയവും, ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രതിനിധി ലാസറിന്റെ മറ്റൊരു പെങ്ങളായിട്ടുള്ള മർത്തയുമാണ്. അപ്പൊ മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്. പക്ഷെ അതല്ല ചെയ്യേണ്ടത്.
മറിയം ചെയ്തതുപോലെ കർത്താവിന്റെ പാദാന്തികത്തിൽ ഇരുന്ന് ദൈവവചനം ശ്രവിക്കുക എന്ന് പറയുന്ന അവസ്ഥയാണ് ഈ ലെവൽ ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മറ്റൊന്നും നമ്മുടെ ഒരു കൺസേണേ അല്ല, അതൊരു എന്നാ പറയുന്നത് ഉഴപ്പല്ലല്ലോ, ഉഴപ്പായിട്ട് പോയി ഇരിക്കുമല്ലോ. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എ കൺസേൺ. നമുക്ക് ഈ ലോകത്തിന്റെ നന്മ, ഈ ലോകത്തിന്റെ തിന്മ, ഇതൊന്നും നമ്മുടെ കൺസേൺ അല്ലാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, കാരണം ദൈവത്തെ സ്വന്തമാക്കിയ അവസ്ഥ. ആ ലെവലിലേക്ക് വളരുന്ന ഒരു കൾമിനേഷൻ പോയിന്റിന്റെ തൊട്ട് താഴെയുള്ള അവസ്ഥ, അതായത് ഈ സെറനിറ്റി, നൈർമല്യം കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ദൈവത്തെ പ്രാപിക്കുകയാണ്. അതാണ് ലെവൽ ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റിന്റെ ഒന്നാമത്തെ, ഇത് ഇച്ചിരി അല്പം എന്നാ പറയുന്ന ഒരു ഫിലോസഫിക്കൽ ടച്ച് ഉള്ളതുകൊണ്ട് ആണ് അതിൻ്റെ അകത്തൊരു കോംപ്ലിക്കേഷൻ നമുക്ക് തോന്നുന്നത്. ഒന്നാമത്തെ യാത്ര എന്ന് പറയുന്നത് ലെവൽ ഓഫ് ബോഡിയിൽ നിന്ന് ലെവൽ ഓഫ് സോളിലേക്കുള്ള യാത്രയാണ്. ആ യാത്ര എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം, ഡിറ്റാച്ച്മെന്റ് ആണ്. അതായത് ഉപേക്ഷിക്കുക. എന്താണ് ഉപേക്ഷിക്കേണ്ടത്? എൻ്റെ പൊസഷൻസ് ഉപേക്ഷിക്കണം, എൻ്റെ പാഷൻസ് ഉപേക്ഷിക്കണം. അപ്പോൾ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണ്? അതാണ് ദഗിയൂസ, പ്യൂരിറ്റി, ശുദ്ധത. ശുദ്ധത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ശുദ്ധത. അതോടെ വീണ്ടും there is a danger. ഈ ഉപേക്ഷിച്ച കാര്യങ്ങൾ വീണ്ടും എന്നിലേക്ക് വരാനുള്ള ഡേഞ്ചർ അവിടെ നിൽക്കുകയാണ്. കാരണം ഞാൻ ഉപേക്ഷിച്ച സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ പൊസഷൻസും അവിടെയുണ്ട്, എൻ്റെ പാഷൻസും അവിടെയുണ്ട്. അപ്പൊ അത് ആണ് പ്യൂരിറ്റി, ശുദ്ധത, ദഗിയൂസ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ശബിയൂസയിലെത്തി, അവിടെ നിന്നാണ് നമ്മൾ ലെവൽ ഓഫ് സ്പിരിറ്റിലേക്ക് വളരേണ്ടത്. അതാണ് രണ്ടാമത്തെ ഗ്രേഡ്. ഫ്രം ദി ലെവൽ ഓഫ് സോൾ ടു ദി ലെവൽ ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഫ്രം പ്യൂരിറ്റി ടു ലിംബിഡിറ്റി, ഫ്രം ദഗ്യൂസ ടു ശബിയൂസ. ദഗ്യൂസ എന്ന് പറയുന്നത് പ്യൂരിറ്റിയാണ്, ശുദ്ധതയാണ്, അത് തിന്മയെ ഒഴിവാക്കലാണ്. പക്ഷെ അതിലും കഴിഞ്ഞ് ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമാണ് നൈർമല്യം എന്ന് പറയുന്നത്. അവിടെ പിന്നെ നമുക്ക് തിന്മയെ ഒഴിവാക്കലിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അതൊന്നും നമ്മുടെ ചിന്തയിലേ ഇല്ല. അത് നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ പ്രാപിക്കുക എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ചില മിസ്റ്റിക്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അപ്പുറത്തെ ലെവലിലേക്ക് വളർന്ന ചില വിശുദ്ധർ, അമ്മ ത്രേസ്യായെയും കുരിശിലെ വിശുദ്ധ യോഹന്നാനെയും കുറിച്ചുള്ള അവരെഴുതുന്ന കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകാറ് പോലുമില്ല. അവർ ഈ ഒരു സെറനിറ്റി, അതായത് ലിംബിഡിറ്റി, ശബിയൂസയുടെ ലെവലിലേക്ക് എത്തിയവരാണ്. പിന്നീട് മറ്റു കാര്യങ്ങൾ അവരുടെ കൺസേണേ അല്ല, അതായത് ഈ പാഷൻസും പൊസഷൻസും, അത് നമ്മളുടെ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് ഈ രണ്ടാമത്തെ ലെവലിലുള്ള യാത്ര എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമുക്ക് ഡിവൈൻ ഗ്രേസ് അത്യാവശ്യമാണ്. നമ്മൾ മാത്രം ശ്രമിച്ചാൽ, ഒരുപക്ഷെ ആദ്യത്തെ ഇതിൽ നമ്മുടെ പാഷൻസിൽ നിന്നും പൊസഷനിൽ നിന്നും ഒക്കെയുള്ള മോചനം നമ്മൾ സ്ട്രെയിൻ ചെയ്താൽ നമുക്ക് സാധിക്കും കുറച്ചൊക്കെ. പക്ഷേ ഈ പ്യൂരിറ്റിയിൽ നിന്ന്, അതായത് ശുദ്ധതയിൽ നിന്ന് നൈർമല്യത്തിലേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ മാത്രം കഴിവുകൊണ്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല എന്ന് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്. അതിന് നമുക്ക് ദൈവത്തിന്റെ ഗ്രേസ് ആവശ്യമാണ്, ദൈവത്തിന്റെ കൃപ. നമ്മൾ ഈ കൂദാശകളൊക്കെ സ്വീകരിക്കുന്നത് അതിനു വേണ്ടിയാണ്. കൂദാശകളിലൂടെ നമുക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഈ ശുദ്ധതയുടെ അവസ്ഥയിൽ നിന്ന് നൈർമല്യത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ ഇതിനകത്തൊരു ഒരു 3-fold പ്രോസസ് ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എക്സ്റ്റേണൽ എലമെന്റ്സ്, അത് പണത്തോടുള്ള നമ്മുടെ താല്പര്യമാകാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുക, അതിനാണ് പറയുന്നത് ബഹുമാനിക്കുക. 2 തരം ടെംപ്റ്റേഷനോടുള്ള മോചനമാണ് വേണ്ടത്. ഒന്ന് നമുക്ക് ഈ ഭൗതികമായ സമ്പത്തിനോടുള്ള ആകർഷണത്തിൽ നിന്നുള്ള മോചനം, 2 മറ്റുള്ളവരുടെ പുകഴ്ത്തൽ, ബഹുമാനം കിട്ടാനുള്ള ആകർഷണത്തിലുള്ള മോചനമൊക്കെ സ്വന്തമാക്കി പ്യൂരിറ്റിയിൽ എത്തിയിട്ടതിന് ശേഷമാണ് നമ്മൾ ലിംബിഡിറ്റിയിലേക്ക് പോകേണ്ടതെന്ന് അദ്ദേഹം പറയുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ അവസാനം 3-ാമത്തെ ലെവലിലേക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പറയുകയാണ്, ട്രൂലി അൺലെസ് ഡിവൈൻ എയ്ഡ് ഈസ് ക്ലിയർലി ഗിവൺ വൺ ഈസ് നോട്ട് ഏബിൾ ടു അറൈവ് അറ്റ് ദ ലിംബിഡിറ്റി ഓഫ് ദി സോൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ദൈവത്തിന്റെ സഹായമില്ലെങ്കിൽ ആർക്കും ഈ നൈർമല്യം, ലിംബിഡിറ്റി, ശബിയൂസയുടെ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. അതായത് ഈ 2-ാമത്തെ യാത്രയിൽ നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ കരുണയുടെ, കരുതലിന്റെ ആവശ്യമുണ്ട്. ഇനി 3-ാമത്തതാണ് ദ സ്റ്റേറ്റ് ഓഫ് സ്പിരിറ്റ്, പെർഫെക്ഷൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3-ാമത്തെ ലെവല് നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ എന്നാ പറയുന്നത് മരണശേഷം, ഉത്ഥാനശേഷം കർത്താവിന്റെ പക്കൽ എത്തുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണത നമുക്ക് കിട്ടുന്നത്. അതായത് ഈ നമുക്ക് ഏറ്റവും മാക്സിമം ചെല്ലാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ചെല്ലാൻ പറ്റുന്നത് യോഹന്നാന്റെ അഭിപ്രായത്തിൽ
ഈ നൈർമല്യത്തിലാണ്, അതായത് ശബിയൂസ എന്ന അവസ്ഥയിലാണ്. അതായത് ദൈവത്തെ സ്വന്തമാക്കിയവന്റെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതായത് ഇനിയിപ്പം എന്നാ ഈ പൊസഷനെ കുറിച്ചോ പാഷനെ കുറിച്ചോ ഒന്നും ടെൻഷൻ ഇല്ലാതെ, എന്നാൽ നൈർമല്യം എല്ലാം എന്താ പറയുക, നമ്മുടെ ഉള്ളു മുഴുവൻ ശുദ്ധമായി ഭാരമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലിംബിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നൈർമല്യം. അപ്പൊ ഒരു ക്ലാരിറ്റി, അതായത് എല്ലാത്തിനെയും എന്നാ പറയുന്നത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ കാണാനുള്ള അവസ്ഥ. പക്ഷേ ഇതിന്റെ പൂർണ്ണത നമുക്ക് കിട്ടുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ മരണശേഷം ഉത്ഥാനത്തിലെത്തുമ്പോഴാണ് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതിനെ അദ്ദേഹം പുതിയ മനുഷ്യന്റെ ജീവിതശൈലി എന്നാണ് വിളിക്കുന്നത്, ഈ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ആരും ഈ പെർഫെക്ഷനിൽ എത്തിയവരല്ല. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളൊന്നും പെർഫെക്ഷനിൽ എത്തുന്നവരല്ല. പെർഫെക്റ്റ് ലെവലിൽ എത്തുക എന്ന് പറയുന്നത് അവര് മരണശേഷം ഉത്ഥാനശേഷം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവമാണ് നമ്മളെ ഈ ഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് ഈ സ്വർഗത്തിലെ പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് നയിക്കുന്നത്. അത് ഇതുപോലെ തന്നെ നമ്മുടെ മരണശേഷമാണ്. അവിടെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മാലാഖമാരുടെ ജീവിതശൈലി. അപ്പം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മൾ മാലാഖമാരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ലൈഫ് ഓഫ് പെർഫെക്ഷൻ, പൂർണ്ണതയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മാലാഖമാരെ പോലെ, മാലാഖമാരെങ്ങനെ, ഇത് സിമിലർ ആൻഡ് സെയിം രണ്ട് വാക്കുകളുണ്ടല്ലോ. ഇവിടെ നമ്മൾ അവരുടെ സിമിലർ രീതിയിൽ ജീവിക്കുന്നു, പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി സെയിം വിത്ത് ദ ഏഞ്ചലിക് ലൈഫ്. മാലാഖമാർ എന്താണോ അതായി നമ്മൾ മാറുന്നു എന്നാണ് ജോൺ ഓഫ് അപ്പമയ പറയുന്നത്. അതായത് നമ്മൾ ഈ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ, അതായത് ഈ ശബിയൂസായും കഴിഞ്ഞ് മരണശേഷം ഉത്ഥാനവും കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ അതിനെയാണല്ലോ അദ്ദേഹം ലെവൽ ഓഫ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്, അരൂപിയുടെ ലെവൽ എന്ന് വിളിക്കുന്നത്. അവിടെയാണല്ലോ നമ്മൾ നന്മയോ തിന്മയോ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് മാലാഖമാരെ പോലെയാവും, നമ്മൾ മാലാഖയായി മാറുകയാണ് അദ്ദേഹം. സെയിം അസ് ദ ഏഞ്ചലിക് ലൈഫ്. മാലാഖമാർ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ നമ്മൾ ജീവിക്കും. അപ്പം മാലാഖമാർക്ക് നന്മയും തിന്മയും കുറിച്ചൊന്നും ടെൻഷൻ ഇല്ല. അവരാകെ ചെയ്യുന്നത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവദർശനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു ലെവലിൽ നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് മരണശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഈ ലോകത്തിൽ പെർഫെക്ഷനിൽ ജീവിച്ച ഒരേ ഒരാള് ഈശോ മിശിഹ മാത്രമാണ്. നമുക്കത് പൂർണ്ണമായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഭൂമിയിൽ സാധിക്കുന്ന പൂർണ്ണമായ അവസ്ഥ ലിംബിഡിറ്റി ആണെങ്കിലും, ലിംബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബിയൂസ, അതായത് നെഗറ്റീവ് വിശുദ്ധിയല്ല, പോസിറ്റീവ് വിശുദ്ധി, അതായത് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് കിട്ടുന്ന വിശുദ്ധിയല്ല, ദൈവത്തെ സ്വന്തമാക്കുന്നതിലൂടെ കിട്ടുന്ന ആ വിശുദ്ധി. പക്ഷെ അത് പൂർണ്ണതയല്ല. പൂർണ്ണത എന്ന് പറയുന്നത് ഇതിന് ശേഷം നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ, ആ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? മാലാഖമാരെ ആയി മാറുന്നതാണ് ആ പൂർണ്ണത. അവിടെ നമുക്ക് നന്മയോ തിന്മയോ കുറിച്ചുള്ള കൺസേൺ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഈ അവസാനം നമ്മളിപ്പോൾ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്കുള്ള യാത്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ, ഈ ഒരു ലെവൽ ഉപേക്ഷിച്ച് മറ്റു ലെവലിലേക്ക് പോകുന്നു എന്നൊരു, നമ്മളിപ്പോൾ എന്നാ പറയുക, നമ്മൾ സാധാരണ ഇങ്ങനെ സ്റ്റെപ്പ് കയറുമ്പം ഒരു സ്റ്റെപ്പേ നിൽക്കുന്നു, അവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പം താഴത്തെ സ്റ്റെപ്പ് ഉപേക്ഷിച്ചാണല്ലോ അടുത്ത സ്റ്റെപ്പിലേക്ക്. അങ്ങനത്തെ ഒരു കട്ട് ആൻഡ് റൈറ്റ്, ഒരു കമ്പാർട്ട്മെന്റൈസേഷൻ ഒന്നും നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സാധ്യമല്ല. അതായത് ഇവിടെ അടുത്ത ലെവലിലേക്ക് ഇതെപ്പോഴും എന്നാ പറയുന്നത്, അത് കയറി ഇറങ്ങിയിരിക്കും. നമ്മളിപ്പം ശരീരത്തിന്റെ ലെവലിൽ ആണ്, അതിനുശേഷം നമ്മൾ ആത്മാവിന്റെ ലെവലിലേക്ക് വളരുന്നു. പക്ഷെ അപ്പോഴും ഈ നമ്മൾ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം, അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, ആത്മാവ് ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ആത്മാവിന് ശരീരത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ലെവൽ ഓഫ് സോളിലെത്തി, അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ താഴോട്ട് പോകില്ല എന്ന ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം ഏത് നിമിഷവും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് നമുക്ക് എത്താവുന്ന പൂർണ്ണത എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ലിംബിഡിറ്റിയുടെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ 5 മിനിറ്റ് കൂടിയാണുള്ളത്. ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരു ഇൻട്രഡക്ഷൻ, അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷന് വേണ്ടിയായിരുന്നു. പിന്നീട് ശരീരത്തെയും ആത്മാവിനെയും അരൂപിയെയും കുറിച്ച് പറയാനുള്ള കാരണം അവിടെയാണ് ഇതിന്റെ ബേസിസ്. കാരണം ജോൺ ഓഫ് അപ്പമയയുടെ അഭിപ്രായത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് ശരീരത്തിന്റെ ബലഹീനതകളോട് കൂടെയാണ് സൃഷ്ടിച്ചത്. മറ്റ് സഹോദരന്മാർ പറയുന്നത് പോലെ ആദി പാപത്തിന്റെ ഫലമായിട്ടൊന്നുമല്ല,
മനുഷ്യൻ ബലഹീനനാവുകയോ അല്ലെങ്കിൽ ഈ കുറവുകൾ ഉണ്ടാവുകയോ, നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുന്ന പോലെ പാപം ചെയ്തതുകൊണ്ട് നീ നെറ്റിയിലെ വിയർപ്പുണ്ട് അപ്പം ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല ജോൺ ഓഫ് അപ്പമയ കരുതുന്നത്. അദ്ദേഹം കരുതുന്നത് മനുഷ്യന്റെ ശരീരത്തിന്റെ ബലഹീനത, ശരീരം അതിനാൽ തന്നെ ബലഹീനമാണ്. കാരണം ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കോമ്പൗണ്ട് എലമെന്റ്സ്, അതായത് പരസ്പരം യുദ്ധത്തിലായിരിക്കുന്ന, പരസ്പരം എതിർത്ത് നിൽക്കുന്ന വ്യത്യസ്ത എലമെന്റ്സ് കൊണ്ടാണ് ശരീരം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ശരീരത്തിനുള്ളിൽ ആ ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഒരു ഇൻഫീരിയോറിറ്റി എപ്പോഴും ശരീരത്തിനുണ്ട് എന്ന ആ അവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റ് മനസ്സിലാകുന്നത്. കാരണം ഫ്രം ദ ലെവൽ ഓഫ് ബോഡി ടു ദ ലെവൽ ഓഫ് സോൾ എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ലെവൽ ഓഫ് ബോഡിയിൽ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ തന്നെ ഭാഗമാണ്. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ മനുഷ്യനെ ഇൻഫീരിയർ ആയിട്ട് സൃഷ്ടിച്ചത്? ബിക്കോസ് ദർ ഈസ് എ റൂം ഫോർ ഡെവലപ്മെന്റ്. അതായത് ദൈവം നമുക്ക് കാണിച്ചു തന്ന സ്വർഗീയമായ ജീവിതത്തിലേക്ക് വളരാനായിട്ട് മനുഷ്യനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ വളർന്ന് വളർന്ന് മനുഷ്യൻ അവിടെ എത്തണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് ഈ ലെവൽസ്. എന്തുകൊണ്ടാണ് ഈ ലെവൽ ഓഫ് ബോഡി ഇങ്ങനെയൊക്കെ ആയത്? എക്സ്റ്റേണൽ അപ്പിയറൻസിനോടുള്ള അട്രാക്ഷനും തിന്മയെക്കുറിച്ചുള്ള ചിന്തയും തിന്മ പ്രവർത്തനവും ഒക്കെ ആകാനുള്ള കാരണം ഈ ശരീരത്തിന്റെ ഇൻഫീരിയോറിറ്റി കൊണ്ടാണ്. അത് ഈ അപ്പമേലെ വിശുദ്ധ യോഹന്നാന് ഗ്രീക്ക് ഫിലോസഫിയുടെ അല്ലെങ്കിൽ ഗ്രീക്ക് തത്വശാസ്ത്ര ചിന്തയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ പിന്നീട് ക്ലാസ്സുകളിലൊക്കെ എഫ്രൈമിനെ കുറിച്ചും അഫ്രഹാത്തിനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടാണ്. ആദ്യകാലത്ത് അവരുടെയൊക്കെ ലേഖനങ്ങൾ, പുസ്തകങ്ങൾ വായിക്കാൻ നമുക്കറിയാം, ശരീരം എന്ന് പറയുന്നത് ആത്മാവും ഒരുമിച്ച് അവർ പ്രവർത്തിക്കുകയും ഒരുമിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ജോണിൽ വരുമ്പോൾ അങ്ങനെയല്ല. ശരീരത്തിന് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിനൊരു ഇൻഫീരിയോറിറ്റി ഉണ്ട്. ആ ഇൻഫീരിയോറിറ്റിയാണ് നമ്മുടെ ഈ യാത്ര ഇങ്ങനെ ആക്കുന്നത്. ശരീരത്തിന്റെ ലെവലിൽ നിന്നാൽ നമ്മൾ രക്ഷപ്പെടുകയല്ല. കാരണം ശരീരത്തിൽ ഇൻഫീരിയോറിറ്റി, അവിടെ നിന്ന് നമ്മൾ സോളിന്റെ ലെവലിലേക്ക് വളരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. അതായത് സോളിന്റെ ലെവലിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ പ്യൂരിറ്റിയിലെത്തി, വിശുദ്ധിയിലെത്തി. ആ വിശുദ്ധി തന്നെ സ്വർഗപ്രവേശനത്തിന് നമ്മളെ സഹായിക്കും. പക്ഷെ അതുകൊണ്ടായില്ല, വെറും വിശുദ്ധി പോരാ. അതായത് പ്യൂരിറ്റി അല്ലെങ്കിൽ ദഗ്യൂസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വെറും വിശുദ്ധിയാണ്. വെറും വിശുദ്ധി എന്നാൽ അശുദ്ധി ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അശുദ്ധി ഇല്ലാത്ത അവസ്ഥയാണ് ദഗ്യൂസ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. അശുദ്ധി ഇല്ലാത്ത അവസ്ഥ എന്ന നെഗറ്റീവ് കൺസെപ്റ്റിൽ നിന്ന് ദൈവസ്നേഹവും ദൈവജ്ഞാനവും ദൈവിക വിശുദ്ധിയും സ്വന്തമാക്കുന്ന പോസിറ്റീവ് അവസ്ഥയിൽ എത്തുന്നതിനെയാണ് ശബിയൂസ അല്ലെങ്കിൽ ലിംബിഡിറ്റി, നൈർമല്യം എന്ന് പറയുന്നത്. അതും പക്ഷേ പൂർണ്ണതയല്ല. പക്ഷെ ഈ ഭൂമിയിൽ നമുക്ക് എത്താവുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ലെവലിന് തൊട്ട് താഴെയാണ് ഈ ലിംബിഡിറ്റി. പക്ഷെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ വെച്ച്, അത് വിൽ ബി ലൈക്ക് ഏഞ്ചൽസ്. മാലാഖമാരെങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ ആകണം. അതുകൊണ്ട് ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞത് ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് മനുഷ്യനെ ഇൻഫീരിയർ ആയിട്ട് ദൈവം സൃഷ്ടിച്ചത്? ഇനി അങ്ങനെയല്ല മാലാഖമാരെ പോലെ ദൈവത്തിന്, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. മനുഷ്യൻ മനുഷ്യനായി സൃഷ്ടിക്കപ്പെടുകയും അവിടെ നിന്ന് അവനവന്റെ ജീവിതത്തിലൂടെ മാലാഖയായി വളരുകയും ചെയ്യണമെന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്തുകൊണ്ട് ദൈവത്തിന് അങ്ങനെ പദ്ധതി ഉണ്ടായി എന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. പക്ഷെ അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അതാണ്. ഈ ശരീരത്തിന്റെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനമായി സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ല. ഒരു സഭാപിതാവിന്റെ ദൈവശാസ്ത്ര അവതരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സഭയുടെ ഔദ്യോഗിക പഠനമൊന്നുമല്ല. പക്ഷെ അന്നത്തെ കാലത്ത്, അതായത് 5-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭകാലത്തോ അല്ലെങ്കിൽ 2ാം പകുതിയിലോ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവ് അന്ന് ആത്മീയ ജീവിതത്തെ കണ്ടിരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ച്, ഞാൻ വളരെ ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനി മൈക്ക് ഞാൻ പൊന്നമ്പരിക്കൽ അച്ഛന് കൈമാറുകയാണ്. താങ്ക് യു. ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ഓരോരുത്തര് എത്രയും വേഗം തന്നെ ചോദ്യം ചോദിച്ച് നമുക്ക് സംശയങ്ങൾ തീർത്തതിന് ശേഷം ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ. അച്ഛാ ഈശ്വരിക്കട്ടെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? സ്വീകരിക്കട്ടെ, പറഞ്ഞോ. അച്ഛാ, ഇപ്പം അച്ഛൻ ഏറ്റവും അവസാനം പറഞ്ഞതിൽ തന്നെ തുടങ്ങുകയാണ്. ഇതൊരു സഭാപിതാവിന്റെ ഒരു പഠനമാണ്. അതിനപ്പുറത്തേക്ക് നമ്മളിത് മുഴുവൻ എടുക്കണമെന്നില്ല. പക്ഷേ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എടുക്കാവുന്ന. അപ്പം നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന ആൾക്കാരെ, പല ആൾക്കാരെയും സ്റ്റോറിക്സിന്റെ ക്രമം എന്ന് പറഞ്ഞ് നമ്മൾ
കുർബാനയിൽ അർപ്പിക്കുന്നത് പോലും ഒരു കാലത്ത് പാഷണ്ഡതയാണെന്നും പറഞ്ഞ് തടഞ്ഞു നിർത്തി. പിന്നീട് ഒരു കാലത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ തെറ്റും ശരിയും നമ്മൾ മാറി മറിഞ്ഞും പോയി. പിന്നെ ഒരു കാലത്ത് തെറ്റുകൾ പറഞ്ഞ പഴയ തെറ്റുകൾ പുതിയ ശരികളായി വന്നു. അപ്പൊ ഇങ്ങനെ നമ്മളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഇപ്പം പറഞ്ഞല്ലോ, മനുഷ്യന്റെ കാര്യം, മനുഷ്യനെ ദൈവം തന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആദ്യം പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അതിന് ആദം ഹവ്വായും ഉണ്ടായിരുന്നപ്പം അത് കഴിഞ്ഞ് അവർ ചെയ്ത പാവത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. അപ്പം ആ പദ്ധതി പ്രകാരമാണ് ക്രിസ്തു വന്നത്. ഇങ്ങനെയുള്ള ആ വലിയൊരു കൺസെപ്റ്റിനെ തന്നെ മാറ്റുന്നതാണ് മനുഷ്യൻ ജനിച്ചത് തന്നെ അങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്നാ എൻ്റെ ഒരു തോന്നല്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ നമ്മള് ഇതിലേതാ തെറ്റ് ശരി എന്നുള്ളത് ഇങ്ങനൊരു പഠനം തന്നെ വരുന്നത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ചിന്താഗതിക്കും ഇതിനനുസരിച്ച് അവർക്ക് അതിനെ വ്യാഖ്യാനിക്കാനുള്ളൊരു ഇതുണ്ടാവുകയല്ലേ. അപ്പം ഇത് എത്രത്തോളം ശരിയാണ്, നമുക്ക് മുഴുവനും ആണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനം അല്ല ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ചോദ്യം എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളിപ്പം സഭാപിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ 8 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകളെയാണ് സഭാപിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. ഇവർ പാഷണ്ഡത പഠിപ്പിച്ചു എന്നതിന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഈ പറഞ്ഞതിൻ്റെ അകത്ത് പാഷണ്ഡതയൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനൊരു ഇൻഫീരിയർ നേച്ചർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അത് നമ്മൾ ഇപ്പൊ ആദ്യ മനുഷ്യന്റെ പാപത്തെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നാ പറയുന്നത്, നമ്മളൊരു ഇന്ന പാപമാണ് ആദ്യ മനുഷ്യൻ ചെയ്തതെന്നൊന്നും സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നില്ല. അനുസരണക്കേട് കാണിച്ചു എന്നാണ് ആദ്യ പാപത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് ഈ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ ഇന്റർഫിയർ ചെയ്യുന്നല്ല, ഒറ്റ ഒരു സംശയം. അച്ഛൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ പാപം ചെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് അതുപോലെ എന്താ പറയണേ, പാഷണ്ഡത എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു വേറൊരു പാഷണ്ഡതകളെയായിട്ട് കമ്പയർ ചെയ്യുകയായിരുന്നു. അതുപോലെ നമ്മുടെ ഒരു സഭാ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ലെവലിലേക്ക് ഉയർത്തുന്ന ഒരാൾ പറയുന്ന കാര്യങ്ങളിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇത് വരുമെന്ന് പറയുമ്പോൾ പിന്നെ അത് എത്രത്തോളം നമുക്ക് ഒരു സഭാപിതാവ് എന്നുള്ള രീതിയിൽ എടുത്ത് ചിന്തിക്കാൻ പറ്റും? അതാണ് വേറൊരു ക്വസ്റ്റ്യൻ. പിന്നെ പാപം അനുസരണക്കേട്, പാപം, ആ രണ്ടും തമ്മിലുള്ള ഡെഫിനേഷനിൽ നമ്മളിപ്പോ പഠിച്ചു വന്നതില് ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം മൂലം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയെന്നാണ്. ആ അകന്നുപോയ മനുഷ്യനെ വീണ്ടും നിത്യതയുടെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നിത്യതയുടെ വൃക്ഷമായ ക്രിസ്തു അന്ന് ഉണ്ടായ പാപത്തിന്റെ ആ ഫലത്തിൽ നിന്നും മാറി നിത്യതയുടെ പ്രതീകമായ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വന്നെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണല്ലേ ഇത് പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് എന്റെ സംശയം. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ബേസിക് പ്രശ്നം എന്നാണെന്ന് വെച്ചാൽ, ദൈവം മനുഷ്യനെ പൂർണ്ണതയിലാണോ സൃഷ്ടിച്ചത് എന്നാണല്ലോ ചോദ്യം. അതായത് ദൈവം മനുഷ്യനെ പൂർണ്ണതയിൽ സൃഷ്ടിച്ചു, പാപം ചെയ്തത് കൊണ്ടാണ് അവന്റെ പൂർണ്ണത നഷ്ടപ്പെട്ടത് എന്ന പോയിന്റിലാണല്ലോ വ്യത്യാസം. ഇപ്പം നമ്മൾ ചിന്തിക്കും. അതായത് ഇപ്പോൾ മറ്റ് സഭാപിതാക്കന്മാരൊക്കെ പറയുമ്പോൾ ദൈവം മനുഷ്യനെ അതിൽ പോലും സഭാപിതാക്കന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് ഈ പൂർണ്ണതയിൽ സൃഷ്ടിച്ചു എന്താണ് മനുഷ്യന്റെ പൂർണ്ണത, ഇതിനെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഈ പോയിന്റുകൾ, അതായത് ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അവൻ മാലാഖമാരെ പോലെ സൃഷ്ടിച്ചു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, അവൻ ഇപ്പൊ എഫ്രൈം പറയുമ്പം പോലും ഹി വാസ് ക്രിയേറ്റഡ് ഇൻ ആൻ ഇന്റർമീഡിയറി സ്റ്റേറ്റ് എന്നാണ് എഫ്രൈം പറയുന്നത്. അതായത് പൂർണ്ണമായ പൂർണ്ണത എഫ്രൈമും കൊടുക്കുന്നില്ല. എഫ്രൈം പറയുന്ന ഇതാണ്, മനുഷ്യന് അമർത്യനാകാനോ മർത്യനാകാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, പക്ഷെ മനുഷ്യൻ മർത്യത തിരഞ്ഞെടുത്തത് കൊണ്ട് അവൻ മർത്യനായി എന്നാണ് എഫ്രൈം പറയുന്നത്. നിങ്ങൾ എഫ്രൈമിന്റെ പാരഡൈസിനെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഹിംസ് ഓൺ പാരഡൈസ് വായിക്കുവാണെങ്കിൽ അത് മനസ്സിലാവും. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ദൈവം മനുഷ്യനെ പൂർണ്ണമായ പൂർണ്ണതയിൽ, അതായത് മാലാഖമാരെ പോലെ സൃഷ്ടിച്ചു എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഗ്രേഡിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. മറ്റ് എഫ്രൈം ഒക്കെ പറയുന്നതനുസരിച്ച് ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതായത് വേണമെങ്കിൽ അവൻ അമർത്യനാകാം, അല്ലെങ്കിൽ മർത്യനാകാവുന്ന അവസ്ഥയിലാണ് സൃഷ്ടിച്ചത്.
പക്ഷേ അവൻ മർത്യത തിരഞ്ഞെടുത്തത് കൊണ്ട് അവൻ താഴേക്ക് പോകുന്നു എന്ന അവസ്ഥയിൽ അദ്ദേഹം പറയുന്നു. ഇനിയിപ്പം ബുക്ക് ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്ന പുസ്തകം പറയുന്നത് മനുഷ്യന്റെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് സ്വർഗത്തിലായിരുന്നു, ശരീരം ഭൂമിയിലായിരുന്നു. അതൊക്കെ ഓരോ അവതരണങ്ങളാണ്. അതായത് ആദ്യ ആ നൂറ്റാണ്ടുകളിലെ ഈ നമ്മുടെ ജനേസിസിന്റെ, അതായത് ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങൾ, പ്രത്യേകിച്ച് ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങളെ കുറിച്ചുള്ള അവരുടെ ഒരു ചിന്ത. അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 11 അധ്യായങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ സീരിയസ് ആയിട്ട് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് പ്രീ ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് വേർഡ് ബൈ വേർഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അതിന്റെ കണ്ടന്റ് ആണ് മനസ്സിലാക്കേണ്ടത് എന്ന് സഭ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നും ആ മനുഷ്യനെ രക്ഷിക്കാനായി ഈശോയെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു എന്നുള്ള കണ്ടന്റ് ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഓക്കെ, അത് അതിനെക്കുറിച്ച് ഒത്തിരി ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അത് വേറൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാനീ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ആദ്യ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്, അതായത് അവനെ പൂർണ്ണതയിലാണോ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ച് എന്നാ പറയുന്നത്, നമ്മളൊരു കൃത്യമായ ഒരു കൺക്ലൂഷൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവനെ ശരീരത്തിൽ ബലഹീനതകളോടെ സൃഷ്ടിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ആത്യന്തികമായ പഠനങ്ങൾക്കത് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആത്യന്തികമായ സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ശരീരത്തെ കാണുമ്പം, അതായത് മനുഷ്യന്റെ ശരീരത്തെ കാണുമ്പോൾ അതിനകത്ത് നെഗറ്റിവിറ്റീസ് അദ്ദേഹം കാണുന്നു. അത് പാപത്തിന്റെ ഫലമായി അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. കാരണം ദൈവം അവനെ ഇൻഫീരിയർ ആയിട്ട് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവനാകുന്നത്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നു. ദൈവ പരിപാലന ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ് മനുഷ്യൻ. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമായിട്ടാണ് യോഹന്നാൻ കാണുന്നത്. കാരണം മനുഷ്യന്റെ ബലഹീനതകൾ ഉള്ളതുകൊണ്ട് മനുഷ്യന് ദൈവം കൂടുതൽ പരിപാലന കൊടുക്കുന്നു. അപ്പം ദൈവ സ്നേഹത്തിന്റെ മറ്റൊരു പ്രകടനമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സഭാപിതാവ് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു കാര്യവും നമ്മൾ അംഗീകരിക്കേണ്ട എന്നല്ല അതിനർത്ഥം. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുക. അത് പാഷണ്ഡതകളില്ലാത്തിടത്തോളം കാലം അവരെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ട കാര്യമില്ല. 1. 2, അവർ ജീവിച്ച സമയം നമ്മൾ മനസ്സിലാക്കണം. അത് 2, 3, 4, 5 നൂറ്റാണ്ടുകളാണ്. അന്ന് ദൈവശാസ്ത്രം ഇന്നത്തെ പോലെ വിശദീകരിക്കപ്പെടുകയോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള CCC പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും രൂപപ്പെട്ടിട്ടുള്ള സമയമല്ല. ദൈവശാസ്ത്രം വളർന്നു വരുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ഉണ്ടായതിനു ശേഷമാണ് ഒരു കൺക്ലൂഷൻ ഉണ്ടായത്. പക്ഷെ 2 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത എന്ന് വെച്ചാൽ 100% കൃത്യമായി നമുക്ക് പറയാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. 1, സൃഷ്ടിയെക്കുറിച്ചുള്ള കാര്യവും 2, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തുള്ള അവസ്ഥ. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും ഒരു ജനറൽ ആയിട്ടുള്ള ടീച്ചിങ് മാത്രമാണ് സഭ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ സ്വർഗത്തിൽ ഇങ്ങനെ ആയിരിക്കും, ഒന്നാമത്തെ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത്, അല്ല ഇന്ന സ്ഥലത്ത് ഇന്നതായിരിക്കും, ദൈവം ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നു, സിംഹാസനത്തിന്റെ കളർ ഇതായിരിക്കും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒരിക്കലും എസ്കറ്റോളജിയെ കുറിച്ചോ അതുപോലെ തന്നെ സൃഷ്ടിയുടെ സമയത്തെക്കുറിച്ചോ ഒരു വ്യക്തമായ ഡീറ്റെയിൽസ് സഭ പഠിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി, അവനെ രക്ഷിക്കാനായിട്ട് ദൈവം പുത്രനെ വാഗ്ദാനം ചെയ്തു. ഈ ബേസിക് പ്രിൻസിപ്പിളാണ് സഭ പഠിപ്പിക്കുന്നത്. ആ ബേസിക് പ്രിൻസിപ്പിൾസിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളാണ് പാഷണ്ഡതയായി മാറുന്നത്. ഇത് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ദൈവശാസ്ത്രമുണ്ട്. പക്ഷേ ജോൺ ഓഫ് അപ്പമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായും ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് കൂടെ അതിൻ്റെ അകത്ത് വരുന്നത് കൊണ്ടാണ് ഈ മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ മരുഭൂമിയിൽ പോകാനുള്ള കാരണം ശരീരം അവരെ സ്വർഗത്തിൽ എത്താൻ തടസ്സം നിൽക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ അകത്ത് പൂർണ്ണമായി ഒരു തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ഇവാലുവേഷൻ ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സഭ ഔദ്യോഗികമായി എന്ത് പഠിപ്പിക്കുന്നു എന്നതിനോട് ചേർത്ത് ഇതിനെയൊക്കെ മനസ്സിലാക്കണം. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളോടുള്ള പൂർണ്ണമായ എതിർപ്പൊന്നുമില്ല. സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന, ജനറലായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതെല്ലാം. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ പക്ഷേ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവൻ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. ഇവിടെ ദൈവിക ജീവനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ദൈവിക ജീവൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ആത്മാവിൽ നൽകപ്പെട്ട ദൈവിക ഛായയും സാദൃശ്യവും എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ എക്സ്പ്ലനേഷനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അത് പണ്ട് മുതൽ ഇപ്പോഴും ദൈവശാസ്ത്രജ്ഞന്മാർക്കെതിരെയിൽ ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായ എക്സ്പ്ലനേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ മനസ്സിലാകും. അപ്പം ഈ സഭാപിതാക്കന്മാരെ കുറിച്ച് പറയുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം സഭാപിതാവായി. പക്ഷെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നമുള്ള എന്നാന്ന് പറഞ്ഞാൽ
ഈ സഭാപിതാക്കന്മാരുടേതായി ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ജോൺ ദ സോളിറ്ററിയുടെ 92 പുസ്തകങ്ങളിൽ ചില ഗ്രന്ഥങ്ങളെ കുറിച്ച് എതിരഭിപ്രായമുള്ള ആളുകളുണ്ട്. അത് അദ്ദേഹം തന്നെ എഴുതിയതാണോ, അതിൻ്റെ അകത്ത് ചില ഹെരറ്റിക്കൽ ടീച്ചിങ്സ് വേണമെങ്കിൽ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് ഹെരറ്റിക്കൽ ടീച്ചിങ്സ് ആരോപിക്കാം. അതിൻ്റെ അകത്ത് ഡയറക്ട്ലി സ്പീക്കിംഗ് ഹെരസി ഒന്നുമില്ല, പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഹെരറ്റിക്കൽ ടീച്ചിങ്സ് ആരോപിക്കാവുന്ന ചില കാര്യങ്ങളുള്ള പുസ്തകങ്ങൾ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ, അതായത് ഇന്റർപൊളേഷൻസ്, അതായത് പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ മറ്റാരെങ്കിലും അത് ആഡ് ചെയ്തതാകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനത്തെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എഫ്രൈമിനെയും അഫ്രഹാത്തിനെയും കുറിച്ച് സംസാരിക്കുന്നത് പോലെ അല്ല ജോൺ ഓഫ് അപ്പമയ, കാരണം അദ്ദേഹത്തിന്റെ ഓദർ ആരാണ് എന്ന കാര്യത്തിൽ പോലും ഡിസ്കഷൻസ് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സഭാപിതാക്കന്മാരെന്നുള്ള കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അതായത് നമ്മള് എഫ്രൈം അഫ്രഹാത്ത്, ആ ഒരു പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ടീച്ചിങ്സിനെ നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഞാൻ മറ്റൊരു സൈഡിലുള്ള ഒരു റൈറ്ററിനെ, ഒരു ഏൻഷ്യന്റ് ക്രിസ്ത്യൻ റൈറ്ററിനെ അവതരിപ്പിച്ചതാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഹെരസി ഉണ്ടോ ഇല്ല എന്ന് ചിന്തിക്കുമ്പം അടിസ്ഥാനപരമായ സഭാ തത്വങ്ങൾക്കെതിരായിട്ടൊന്നും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. ഇവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ അച്ഛാ, താങ്ക്സ്. ഞാനിപ്പോ ഒരു തിയോളജി സൈഡിലേക്ക് പുതിയതായിട്ട് വരുന്നോണ്ട് ചില കാര്യങ്ങളിൽ മനസ്സിലാക്കിയെടുക്കാൻ പല പ്രാവശ്യം കേൾക്കേണ്ടി വരും. അല്ല, അതാണെന്ന് തോന്നുന്നു. സാർ പറഞ്ഞത് വ്യക്തമാണ്, എനിക്ക് വ്യക്തമായിരുന്നു. അതിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ സാറേ, അതാണ് നമ്മള് അച്ഛൻ പറഞ്ഞു വന്നപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ എന്റെ ഈ കാര്യത്തിലുള്ള ഒരു അഭാവം മീൻസ് ഇതിലേക്കുള്ള ഒരു, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയോണ്ട് ഇതിലേക്ക് ഇത് മനസ്സിലാക്കി വരാനായിട്ട് ഒരു ഇച്ചിരി ടൈം എടുക്കും. സാറേ, ആ ഒരു സംശയം ഉണ്ടാകാവുന്നതാണ്. സാർ അത് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ പറഞ്ഞ ജോൺ ദ സോൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് അഫ്രയത്തിനെ കുറിച്ച് അഫ്രൈമിനെ കുറിച്ചും പറഞ്ഞ പോലെ ഒരു സീരിയസ് സ്റ്റഡി ഒന്നും പൂർണ്ണമായും നടന്നിട്ടില്ല. അപ്പം കൂടുതൽ സ്റ്റഡികൾ നടക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും ടെസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് വേണമെങ്കിൽ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, അങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയായിരുന്നു. ഇങ്ങനെ അധികം സ്റ്റഡി നടത്തിയിട്ടില്ലാത്ത പുസ്തകങ്ങളുടെ പ്രത്യേകത പിന്നീട് ആരെങ്കിലും ഒക്കെ കൂടുതൽ ഫർദർ സ്റ്റഡീസ് നടത്തുമ്പം ഇത് മറ്റാരെങ്കിലും എഴുതിയ പുസ്തകമാണ്, അദ്ദേഹത്തിന് ഇതിൽ ആരോപിക്കപ്പെട്ടതാണെന്നൊക്കെ പിന്നീട് കണ്ടെത്താം. ഈ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റഡി തുടങ്ങിയ ഒരു സഭാപിതാവാണ്. പക്ഷേ എഫ്രൈമിനെയും അഫ്രഹാത്തിനെയൊക്കെ കുറിച്ച്, അവരുടെ ബന്ധങ്ങളെ കുറിച്ച് കൃത്യമായി അവരുടെ ഏതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത് ഏതാണെന്നൊക്കെയുള്ള വ്യക്തതയുണ്ട്. അപ്പം ഞാനൊന്ന് ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക, ഒരാളൊരു കാര്യം പറയുമ്പം അത് സഭയുടെ ഔദ്യോഗിക പഠനത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു. സ്തുതിയായിരിക്കട്ടെ. ആത്മീയ യാത്രയിലെ ലെവലുകള്, ഗ്രഡേഷൻസ് ഒക്കെ നല്ല അറിവുകളാണ് അച്ഛൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ലൊരു ഇതാണ്. ഇച്ചിരി പ്രയാസമുള്ളതാണ്. അച്ഛൻ്റെ ഒരു ടോക്ക് ഒന്നോടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ നോട്ട് വായിക്കാനും പറ്റിയില്ല. അതൊക്കെ വായിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ആയേക്കും. അന്ന് നല്ല പറ്റുമെന്ന് എനിക്കുന്നു. വളരെ പുതിയ അറിവുകൾ കിട്ടി. നമ്മുടെ ആ ഡിറ്റാച്ച്മെൻറ്റ്, പൊസഷനും പാഷനും ഒക്കെ നമുക്ക് നല്ലൊരു അറിവുകളായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അച്ഛൻ, നമ്മൾ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഗ്രഡേഷൻ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞതിൽ ആദ്യം അച്ഛൻ പറഞ്ഞ ഇൻസെന്റ് ആയിട്ടുള്ള ഇത്, രണ്ടാമത്തെ എനിക്ക് അങ്ങ് കിട്ടിയില്ല. അങ്ങനെയല്ല, അതായത് ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കുഞ്ഞു പിള്ളേരെ പോലെ വളരെ ഇന്നസെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം. അതായത് ഇന്നസെന്റ്, ഒരു കാര്യത്തെക്കുറിച്ചും വലിയ കൺസേൺ ഒന്നുമില്ല, അറിവുകളൊന്നുമില്ല, അങ്ങനെ വളരെ ഇന്നസെന്റ് ആയിട്ട്, എന്നാ പറയുന്നത് അതിന്, ഇന്നസെന്റ് എന്ന് മലയാളം എന്നാ, സംബഡി ട്രാൻസ്ലേറ്റ് ഇന്നസെൻസ്. അപ്പൊ നിഷ്കളങ്കതയിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥ. പക്ഷെ നമുക്കറിയാലോ, ഇന്നത്തെ ലോകത്ത് ജീവിക്കുമ്പം നിഷ്കളങ്കത അത്ര എളുപ്പമല്ല. പക്ഷെ നിഷ്കളങ്കതയിൽ ജീവിക്കുന്നതാണ് നല്ലത്. പക്ഷെ നിഷ്കളങ്കതയ്ക്ക് പുറത്ത് നമ്മൾ വന്നു എന്ന് വിചാരിക്കുക, അതായത് നിഷ്കളങ്കത വിട്ടു. പക്ഷെ പിന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മറ്റേ എന്നാ പറയുന്നത്, അനന്ത ജ്ഞാനം, അതായത് ദൈവമാണ്. ഗ്രേറ്റർ നോളജ് എന്ന് പറയുന്ന ദൈവമാണ്. ആ ഗ്രേറ്റർ നോളജ് സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ നിഷ്കളങ്കതയിൽ നിന്ന് പുറത്തു വന്നു, പക്ഷെ നമ്മൾ ഗ്രേറ്റർ നോളജിൽ, ഈ മിഡിൽ പൊസിഷൻ ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ അവസ്ഥ, രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മിഡിൽ പൊസിഷൻ, മൂന്നാമത്തെ ഗ്രൂപ്പാണ് ദൈവത്തെക്കുറിച്ചുള്ള അനന്തജ്ഞാനം സ്വന്തമാക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ അനന്തജ്ഞാനം സ്വന്തമാക്കാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ നിഷ്കളങ്കതയിൽ നിന്ന് പുറത്തു വന്നതെങ്കിലും
മറ്റു ഈ ആകർഷണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാതെ നമ്മൾ ഈ മിഡിൽ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അപകടം എന്നാണ് ജോൺ ഓഫ് അപ്പം പറയുന്നത്. നമ്മൾ പക്ഷെ അതിനേക്കാൾ നല്ലത് നിഷ്കളങ്കരായി അങ്ങ് കൊച്ചുങ്ങളെ പോലെ ജീവിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ വേറെ നമ്മൾ ലെവൽ ഓഫ് സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോഴേ പറഞ്ഞത് നന്മയോ തിന്മയോ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ എന്നാ പറയുന്നത്. ഉദാഹരണം ചെയ്ത പൂർണ്ണതയിൽ അത് നന്മയോ ചെയ്യാത്ത ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മേരിയുടെ കാര്യം പറഞ്ഞല്ലോ, മർത്തായും മേരിയും. നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു അസ്വസ്ഥതയാണല്ലോ. അതായത് ഈശോ ഇങ്ങനെ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ട് വന്നു. അപ്പൊ ഈശോയ്ക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആള് മർത്തയാണ്. പക്ഷെ മർത്തയോട് കർത്താവ് പറയുകയാണ്, മറ്റേ ചുമ്മാ ഇരുന്ന മേരി നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുമായിരുന്നു. കാരണം കർത്താവിന്റെ കാര്യമൊക്കെ നോക്കിയത് മർത്തയാണ്. പക്ഷെ മേടിച്ചു, മേരി സ്റ്റാറായി. പക്ഷെ അതിനെക്കുറിച്ച് ബുക്ക് ഓഫ് സ്റ്റെപ്സ് പറയുന്ന ഇതാണ്, നമ്മള് പെർഫെക്ഷനിലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വറീഡ് ആവുകയില്ല. എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പം ഒത്തിരി ഇത് നടത്തുന്നുണ്ടല്ലോ, ഈ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, അതായത് പാവങ്ങളെ സഹായിക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു. ഇതൊക്കെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രത്യേകതയായിട്ടാണ്. ഇതൊരു ആത്മീയതയുടെ ഹയർ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മനസ്സിൽ ഈ ഭൂമിയിലെ ജീവിതം ഉണ്ടായിരുന്നില്ല. അതാണ് ഇവരുടെയൊക്കെ കൺസെപ്റ്റ്. ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മളെല്ലാവരും ദൈവത്തിന്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവിടെ പിന്നെ നന്മ തിന്മ എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ടും ആദ്യ പാപം ഉണ്ടായതുകൊണ്ടുമാണ്. അപ്പം അതില്ലായിരുന്ന ഒരവസ്ഥയിൽ ഇതൊന്നും ഇല്ലല്ലോ. ആ ഒരു ലെവലിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് ലെവൽ ഓഫ് സ്പിരിറ്റ്. അതായത് ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ദൈവം ഉദ്ദേശിച്ച ഒരു കാര്യം ഉണ്ടല്ലോ, ഒന്നിനെ. പക്ഷെ അത് ഈ ഭൂമി വെച്ച് നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ അവിടെ നമ്മൾ നന്മയെന്നോ തിന്മയെന്നോ ഒന്നും ചിന്തിക്കുന്നു, നമ്മൾ ദൈവത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് ആലോചിക്കുകയോ നല്ലത് ചെയ്യണോ മോശം ചെയ്യണോ എന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു അവസ്ഥ സ്വർഗത്തിലില്ല. നമ്മളെല്ലാവരും വി ആർ കോണ്ടംപ്ലേറ്റിംഗ് ഓൺ ദ ഫേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുഖം നമ്മൾ ദർശിക്കുകയും അതിൽ സന്തോഷിക്കുക. അതൊരു ഇതിന്റെയൊക്കെ അപ്പുറത്ത് പോകുന്ന ഒരു ലെവലാണ്. അത് ഈ കോണ്ടംപ്ലേഷനിലൊക്കെ ആയിരിക്കുന്ന വിശുദ്ധർ അതിന്റെ എന്നാ പറയുന്ന ഒരു മിനിമം ലെവലിൽ അവർ ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നുണ്ട്. അത് കോണ്ടംപ്ലേറ്റീവ് ലൈഫിൽ ജീവിക്കുന്ന വിശുദ്ധര്. ചിലരൊക്കെ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് വർഷങ്ങൾ ജീവിച്ചു എന്നൊക്കെ പറയുന്നത് അവരിവിടുത്തെ ഒരു ഭൂമിയുടെ ലെവലിൽ നിന്ന് ഉയർന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. പക്ഷെ എന്നാലും ഇതിന്റെ പൂർണ്ണമായ ലെവലിൽ നമുക്ക് എത്തണമെങ്കിൽ, അതുകൊണ്ടാണ് ഈ മർത്തായും മറിയത്തെയും കുറിച്ച് പറയുന്നത് ശരിയാണ്, മറിയത്തെ പോലെ ജീവിക്കുന്നതാണ് പൂർണ്ണതയെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മർത്തയെ പോലെയും ജീവിക്കേണ്ടി വരും. കാരണം നമ്മുടെ ചുറ്റും പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരെ സഹായിക്കണം. അപ്പൊ നമ്മൾ പറയുകയാണ്, ഞാൻ മറിയത്തെ പോലെയാണ്, ഞാൻ ആരെയും സഹായിക്കുന്നില്ല, ഞാൻ വെറുതെ ഇരുന്ന് ദൈവവചനം കേൾക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. അപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ എത്തുമ്പം പിന്നെ അവിടെ നമ്മൾ നന്മയും തിന്മയും കുറിച്ചോ നന്മ ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിന്റെ മുഖം ധ്യാനിക്കുകയും ദൈവദർശനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് സ്പിരിറ്റ്. അതിവിടെ ഭൂമിയുടെ ലെവലിൽ ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. താങ്ക് യു. നമ്മൾ ആ പ്യൂരിറ്റിയിൽ നിന്നും നൈർമല്യത്തിലോട്ടുള്ള അതൊന്ന് പറയാം, അല്ലെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള അതായത് ഈ രണ്ട് വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്ന രണ്ട് സുറിയാനി വാക്കുകളാണ് ദഗിയൂസായും ഷബിയൂസായും എന്ന് പറയും. ദഗിയൂസ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്യൂരിറ്റി എന്നും ഷബിയൂസ എന്ന വാക്കിനെ ലിംബിഡിറ്റി എന്നുമാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, സുറിയാനിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ച് പിന്നീട് പല ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് തന്നെ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അത് കാരണം എന്നാണെന്ന് വെച്ചാൽ നമ്മള് ബോഡിയുടെ ലെവലിൽ നിന്ന് സോളിന്റെ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസ്ഥയാണ് തഗിയൂസ അല്ലെങ്കിൽ പ്യൂരിറ്റി അല്ലെങ്കിൽ ശുദ്ധത. ഇനി ഈ സോളിന്റെ ലെവലിൽ നിന്ന് നമ്മൾ സ്പിരിറ്റിന്റെ ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ ചെല്ലണം. പക്ഷെ ലെവലിലേക്കുള്ള യാത്രയുടെ അവസാന ലെവലിൽ ചെല്ലുമ്പോൾ, അതായത് സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന ആ ലെവൽ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു പെർഫെക്ഷനാണ് ഈ ഷബിയൂസ അല്ലെങ്കിൽ ലിംബിഡിറ്റി അല്ലെങ്കിൽ നൈർമല്യം. ഇത് രണ്ടിനെയും കുറിച്ച് എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അശുദ്ധത ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ നമ്മൾ സാധാരണ നന്മയെ കുറിച്ച് പറയുമ്പം തിന്മയില്ലാത്ത അവസ്ഥയാണ് നന്മ എന്ന് പറയുന്നത് പോലെയാണ് ശുദ്ധത എന്ന് പറയുന്നത് അശുദ്ധി ഇല്ലാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അശുദ്ധി ഉണ്ടാക്കാൻ കാരണമാകാൻ സാധ്യത എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് എൻ്റെ പൊസഷൻസും രണ്ട് എൻ്റെ പാഷൻസുമാണ്.
ഈ പൊസഷൻസിലൂടെ ഉണ്ടാകുന്ന അശുദ്ധിയും പാഷൻസിലൂടെ ഉണ്ടാകാവുന്ന അശുദ്ധിയും ഡിറ്റാച്ച്മെന്റിലൂടെ ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് പ്യൂരിറ്റി അല്ലെങ്കിൽ ശുദ്ധത. പക്ഷെ അത് അവിടെ ആ നെഗറ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത ഇതാണ്. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് വേണമെങ്കിൽ വീണ്ടും ഈ അറ്റാച്ച്മെന്റ് തോന്നാം. ഞാൻ ഉപേക്ഷിച്ച പൊസഷനോടും ഞാൻ ഉപേക്ഷിച്ച പാഷനോടും എനിക്ക് പിറ്റേ ദിവസം വീണ്ടും അറ്റാച്ച്മെന്റ് തോന്നുകയും ഞാൻ ഈ പ്യൂരിറ്റിയിൽ നിന്ന് വീണ്ടും ലെവൽ ഓഫ് ബോഡിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. പക്ഷെ അവിടെ നിൽക്കാതെ, ഞാൻ നെഗറ്റിവിറ്റിയിൽ നിൽക്കാതെ, ഞാൻ ദൈവത്തെ കൂടുതൽ അനുഭവിക്കാനും ദൈവത്തെ കൂടുതൽ ഹൃദയത്തിൽ സ്വീകരിക്കാനും ശരീരത്തെക്കാൾ കൂടുതൽ സോളിൻ്റെ ശബ്ദത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ശ്രമിക്കുമ്പം ഇതിനെയൊക്കെ അപ്പുറത്ത് ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ എത്തും. പിന്നെ ഞാൻ ഈ നെഗറ്റിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് സെറനിറ്റി. അതിന് നമുക്ക് ഒത്തിരി വ്യക്തമായിട്ട് പറയാം. ഇത്രയേ ഉള്ളൂ. വിശുദ്ധിയുടെ 2 ഗ്രേഡാണ്. അതായത് വിശുദ്ധിയുടെ ആരംഭത്തെ വേണമെങ്കിൽ പ്യൂരിറ്റി എന്നും വിശുദ്ധിയുടെ ഹയർ ഗ്രേഡിനെ സെറനിറ്റി എന്നും വിളിക്കാം. അപ്പം വിശുദ്ധിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ അശുദ്ധി ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ നൈർമല്യം എന്ന് പറയുന്നത് വെറും അശുദ്ധി ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ജീവനും ഒക്കെ ഞാൻ സ്വന്തമാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് കാര്യമുണ്ടല്ലോ, ആ പോസിറ്റിവിറ്റി ഉള്ള അവസ്ഥയാണ് സെറനിറ്റി. അത് കഴിയുമ്പോഴാണ് നമ്മൾ ലെവൽ ഓഫ് സ്പിരിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം അദ്ദേഹം 2 വാക്കുകൾ ഉപയോഗിക്കുകയാണ് വിശുദ്ധിയുടെ 2 ലെവല് സൂചിപ്പിക്കാൻ. വിശുദ്ധി വേണമെങ്കിൽ അശുദ്ധി ഇല്ലാത്ത അവസ്ഥയാകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് വളർന്ന് ദൈവത്തിന്റെ സ്നേഹം സ്വന്തമാക്കി. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ അശുദ്ധി ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുമ്പം എനിക്ക് എപ്പോഴും ഒരു ടെൻഷനുണ്ട്, ഈ അശുദ്ധി ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ, അതായത് എനിക്കൊരു സ്വന്തമായി ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പൊസഷനാണ്. ആ പൊസഷൻ എനിക്ക് തന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തെ അതിജീവിക്കുന്ന ഒരു സന്തോഷം ദൈവത്തെ സ്വന്തമാക്കുമ്പോൾ എനിക്ക് കിട്ടിയാൽ പിന്നെ ഞാൻ മറ്റേതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യത്തില്ലല്ലോ. അതാണ് സെറനിറ്റി. അതായത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ജീവനും ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷത്തിൽ ഞാൻ മതിമറന്ന് ജീവിക്കുകയാണ്. പിന്നീട് എനിക്ക് മറ്റേതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. അത് സെറനിറ്റിയാണ്. അതായത് ലിംബിഡിറ്റിയാണ്, അല്ലെങ്കിൽ ശബിയൂസയാണ്. പക്ഷെ ദഗിയൂസ, പ്യൂരിറ്റി അങ്ങനെയല്ല. ആ സമയത്തും എനിക്ക് ടെൻഷനുണ്ട്, ഇനി എങ്ങാനും മറ്റേതിലേക്ക് വീണു പോകും. ആ വിശുദ്ധിയുടെ 2 ലെവലെന്നും മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഫാദർ. അച്ഛാ, ഒരു കാര്യം ചോദിക്കുന്ന, നമ്മുടെ സ്വർഗത്തിലെ ഗ്രഡേഷനെ കുറിച്ച് അച്ഛൻ പറയുമ്പോഴേ അതിന്റെ പ്രോക്സിമിറ്റി ആണ് അതിന്റെ ഒരു അളവ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, അത് നമ്മളെ മലകമാരെ കുറിച്ചാണ് അത് അച്ഛൻ സൂചിപ്പിച്ചത്. 3 ഗ്രേഡിലെ പിന്നെ അത് ഞാൻ അതെ 3ാമത്തെ ഗ്രേഡാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെയാണ് നമ്മൾ സ്വർഗവാസികൾ. നമ്മളിപ്പോ ഒരാൾ മരിച്ച് ഇസ്രയേലിലേക്ക് പോകും, സ്വർഗത്തിലേക്ക് പോകും, അവരുടെയും ഈ പ്രോക്സിമിറ്റിയുടെ ഈ അളവുകോല് അവർക്കും ബാധകമാണോ എന്നാണ്. അല്ലെങ്കിൽ ഒരു വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോഴും അവർ അതിൻ്റെ അകത്ത് ഈ ഗ്രേഡേഷൻ വരുമോ എന്നുള്ളതാണ്. മനസ്സിലായി. അതായത് സ്വർഗത്തിൽ ഗ്രഡേഷൻ ഉണ്ടോ എന്നതാണ് ചോദ്യം, അല്ലേ? അതെ അതെ. നമ്മൾ സാധാരണ സഭാപിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ, അതായത് ജോൺ ദ സോളിറ്ററി നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോഴുള്ള ഗ്രഡേഷനെ പറ്റി കാര്യമായി സംസാരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് സൂചനകൾ തരുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് മറ്റ് സുറിയാനി സഭാപിതാക്കന്മാരെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദെയർ ഈസ് ഗ്രഡേഷൻ. അതായത് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ച് സ്വർഗത്തിൽ നമ്മുടെ ജീവിതത്തിന് ഗ്രഡേഷൻ. അവര് എഫ്രൈം ഒക്കെ ഒരു പ്ലേസ് പോലെയാണ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും മുകളിലുള്ള സ്ഥലം എലക്റ്റ് ആയിട്ടുള്ള ആളുകൾ, നടുക്കുള്ള സ്ഥലത്ത് ജസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, താഴെയുള്ള സ്ഥലത്ത് പെനിറ്റൻസ് ആയിട്ടുള്ള ആളുകൾ എന്നൊക്കെ കൃത്യമായി സ്ഥലം തന്നെ പറയുന്നുണ്ട്. ഇദ്ദേഹവും സൂചനകൾ തരുന്നുണ്ട് ഗ്രഡേഷൻ ഉണ്ടെന്ന്. പക്ഷേ അവരെ പോലെ കൃത്യമായ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് പൊതുവായുള്ള സഭയുടെ പഠനമാണ്. ആദ്യകാലം മുതലുള്ള സഭാപിതാക്കന്മാരുടെയും പഠനം അത് തന്നെയാണ്. അതായത് പക്ഷെ അദ്ദേഹം ഇവിടെ പറയുന്നത് ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ചാണ്, മാലാഖമാരെ കുറിച്ച് പറഞ്ഞത്. സാറ് പറഞ്ഞത് കൃത്യമാണ്. അങ്ങനെയും സൂചന അദ്ദേഹം തരുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു സ്ഥലം ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ സൂചന പറയുന്നുണ്ട്. താങ്ക് യു അച്ഛാ. ഓക്കെ, മറ്റാർക്കും ചോദ്യങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കൂടെ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് മറ്റ് സംശയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ അച്ഛൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അച്ഛൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് എടുത്തു.
നമുക്ക് പരിചയമില്ലാത്ത ഒരു സഭാപിതാവിനെ അച്ഛൻ വളരെ മനോഹരമായിട്ട് സഭാപിതാവിൻ്റെ പഠനങ്ങളിൽ പ്രത്യേകിച്ച് ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് അച്ഛൻ ക്ലാസ് എടുത്തു. അച്ഛനെ എനിക്ക് 1-2 തവണ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. എന്നാലും ആൻഡ്രൂസ് അച്ഛൻ ആണ് നമ്മുടെ ഡയറക്ടർ. അച്ഛൻ വളരെ കാര്യമായിട്ട് അലക്സ് അച്ഛനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അച്ഛനെ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അച്ഛനെ നമ്മുടെ ഈ തിയോളജി കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഏറെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയം ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പിതാവിനും പുത്രനും കുരിശായിരിക്കുന്നു സ്തുതി. അതിലെ എപ്പോഴും നീക്കാമേ. ഓക്കെ അച്ഛാ, താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ.